മക്കളെ യെസ് ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും ഉഷാറായിട്ടാണോ ഇരിക്കണേ? എല്ലാവരും ഉഷാറായിട്ടാണോ ഇരിക്കണേ? ഒന്ന് നോക്കട്ടെ, ഒന്ന് കൈകളൊക്കെ ഒന്ന് വീശിയേ. നിങ്ങൾ ഉഷാറായിട്ടാണ്, അടിപൊളിയായിട്ട് ഇരിക്കണേ ചേട്ടാ. എന്റെ എല്ലാ മക്കളും കൈകൾ വീശിയേ. യെസ് ഓക്കെ. അപ്പൊ ദേ നമ്മുടെ മലയാളം സെക്കൻഡ് പരീക്ഷ അങ്ങനെ എത്തിയില്ലേ? വായിച്ചാ പാഠഭാഗങ്ങളൊക്കെ വായിച്ചാ? നമുക്ക് സമയം കിട്ടിയില്ലേ? ശനിയാഴ്ചക്ക് ഇരുന്ന് വായിച്ച, ഇന്നും ഇന്നലെയൊക്കെ ഇരുന്ന് വായിച്ച എല്ലാവരും വായിച്ചു അല്ലേ? യെസ് ഓക്കെ. അപ്പോൾ അപ്പൊ നമ്മുടെ മലയാളം ക്ലാസ് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ പ്രയറോട് കൂടിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ ആരംഭിക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്റെ എല്ലാ കുഞ്ഞുമക്കളും നിവർന്നിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക. സാധാരണമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനത്തിൽ പുറത്തേക്ക് വിടുക. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വളരെ സാവധാനത്തിൽ പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ചുറ്റിലുമുള്ള ഓരോ ശബ്ദത്തെയും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുറ്റിലുമുള്ള ഓരോ ശബ്ദത്തിലേക്കും ശ്രദ്ധ നൽകുക. നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ഇരുപിരികങ്ങൾക്കിടയിലേക്കും ശ്രദ്ധ നൽകുക. ആ പിരികങ്ങൾക്കിടയിൽ ഒരു മിടിപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും, അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭഗവാനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ആ ഭഗവാന്റെ കാൽക്കൽ അർപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങൾക്കും ആ ഭഗവാനോട് മനസ്സറിഞ്ഞ് നന്ദി പറയുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയും മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെയും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലും തോൽവികളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന മനുഷ്യരാണവർ. അവരോടുള്ള സ്നേഹം നിങ്ങൾ മനസ്സറിഞ്ഞ് നൽകുക. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനത്തിൽ പുറത്തേക്ക് വിടും. ഒരിക്കൽ കൂടി ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വളരെ സാവധാനത്തിൽ പുറത്തേക്ക് വിട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി, നിറഞ്ഞ ചിരികളുമായിട്ട് എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും കണ്ണുകൾ തുറന്നേ. യെസ്. അപ്പൊ ആ നിറഞ്ഞ ചിരികളൊക്കെ ഒന്ന് കാണട്ടെ. ആ മുഖത്ത് വിരിഞ്ഞ ആ ചിരികളൊക്കെ ഒന്ന് കാണട്ടെ, നോക്കട്ടെ. ഓക്കെ. ഇതിന്റെ ഇടയിലാണ് ആരോ ചോദിച്ചു മിഠായി എവിടെയെന്ന് അല്ലേ? പിന്നെ കാണുമ്പോ മിഠായി നിങ്ങൾക്ക് വേണ്ട അല്ലേ? മിഠായി മാത്രം മതിയാ? മതിയെന്ന്, മിഠായി മാത്രം മതിയെന്ന് പറയാം അല്ലേ? ഓക്കെ. മിഠായിക്ക് ദേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ച, അടിപൊളിയായിട്ട് നമ്മൾ ക്ലാസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോണതിനിടയിൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എന്ത് കിട്ടും? മുട്ടായികൾ കിട്ടും അല്ലേ? മുട്ടായികൾ കിട്ടും. യെസ്. അപ്പൊ നിങ്ങൾ ഉഷാറല്ലേ മക്കളെ? അയ്യോ, സ്നേഹവും വേണം സാറിന്റെ എന്നല്ല എന്റെ ദൈവമേ, അതെപ്പോഴും ഉണ്ടല്ല. നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്നേഹം ഇങ്ങനെ കോരി എറിയല്ലേ അല്ലേ? നിങ്ങൾക്ക് വേണ്ടി സ്നേഹം ഇങ്ങനെ മാറ്റി വെച്ചോക്കല്ലോ മക്കളെ. ഹായ് സാർ, വി ആർ സീൻ അന്തിക്കാട് സ്കൂൾ. അന്തിക്കാട് സ്കൂളിൽ ഞാൻ പഠിപ്പിക്കാൻ വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന എന്റെ മക്കളാ. ഓക്കെ ഓക്കെ, അന്തിക്കാട് സ്കൂളിലത്തെ മക്കളുണ്ട്. ഓക്കെ ഓക്കെ, യെസ്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് മലയാളം മലയാളം പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ എത്ര പാഠങ്ങളാണ് മക്കൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? എത്ര പാഠങ്ങളാണ് പഠിക്കാനുള്ളത്? ആരെങ്കിലും ഒന്ന് വിളിച്ചാലോ സാറേ? നമുക്കൊന്ന്. ശ്രേയ, ഗുഡ് ഈവനിങ് മോളെ. മൂന്ന് യൂണിറ്റ് ഉണ്ട് അല്ലേ? 3 യൂണിറ്റിലും കൂടിയിട്ട്
ടോട്ടൽ 3 യൂണിറ്റ് ഉണ്ട്. ഓൾ ടോട്ടൽ നമുക്ക് എത്ര പാഠങ്ങൾ പഠിക്കാനുണ്ട്? 9 പാഠങ്ങൾ പഠിക്കാനുണ്ട്. യെസ്, ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ നമുക്കതേ അതുല്യല്ലേ, അതിൽ പേരെന്തായിരുന്നു സാറേ നമ്മുടെ കുട്ടീനെ? ശ്രേയ. ഓക്കെ ഓക്കെ, ശ്രേയ. യെസ്. അപ്പൊ ശ്രേയ നമുക്ക് പറഞ്ഞു തന്നു 3 അധ്യായങ്ങളിലായിട്ട് നമുക്ക് എന്താണ് 9 പാഠങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത് അല്ലേ? യെസ്. അപ്പൊ ഈ 9 പാഠങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്റെ എല്ലാ മക്കളുടെയും. ഒന്ന് വായിച്ചു കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈകൾ വീശി നോക്കട്ടെ ആരുടെയൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന്. യെസ്. അപ്പൊ എല്ലാവരും വായിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് സാറേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, എല്ലാ ഉത്തരം അപ്പൊ അവര് പറയും. നിങ്ങൾ പറയോ? ഇന്ന് സാറേ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കണത്. അപ്പൊ ഞാനിങ്ങനെ ഇട്ട് തരട്ടെ, നിങ്ങൾ പറയൂലേ? പറയുന്നു. യെസ് യെസ് യെസ്. അപ്പൊ കട്ടയ്ക്ക് നിങ്ങൾ കൂടെ ഉണ്ട് അല്ലേ? എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ പറയണേ. അപ്പൊ അതിനു മുമ്പായിട്ട് മലയാളം പരീക്ഷ കഴിഞ്ഞ മലയാളം നമ്മുടെ ക്ലാസ്സിൽ, അതായത് മലയാളം ഫസ്റ്റിന്റെ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലർക്കുള്ളൊരു ബുദ്ധിമുട്ട് മലയാളം പരീക്ഷ എഴുതുമ്പോൾ എന്ത് കിട്ടാറില്ല എന്ന് പറയാ, സമയം തികയില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട് മക്കളെ. സമയം തികയാറുണ്ടോ നിങ്ങൾക്ക്? തികയാറില്ല അല്ലേ? തികയാറില്ല എന്നാണ് പറയുന്നത്. ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ് മലയാളം പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് എന്താണ്, സമയം തികയാറില്ല എന്ന് പറയുന്നത്. അപ്പൊ സമയം നമുക്ക് കയ്യിലെടുക്കണ്ടേ? 1.5 മണിക്കൂറിൽ നമുക്ക് 40 മാർക്കിനുള്ളത് എഴുതി തീർക്കണം അല്ലേ? യെസ്. അപ്പോ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പൊ അത് കേൾക്കാൻ സെറ്റ് അല്ലേ? യെസ്, ഓക്കെ. അപ്പോ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ 15 മിനിറ്റിലേക്കാണ് നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ടത്. ആ 15 മിനിറ്റ് എന്ത് 15 മിനിറ്റ് ആണ്? നമ്മുടെ കൂൾ ഓഫ് ടൈമിലെ യെസ്, ആ കൂൾ ഓഫ് ടൈമിലേക്ക് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാറ്? ആരോടെങ്കിലും ചോദിച്ചാലോ നമുക്ക്, കൂൾ ഓഫ് ടൈമിൽ എന്താ ചെയ്യണം ചോദിക്കട്ടെ. കൃഷ്ണദേവ്. യെസ്. ഗുഡ് ഈവനിങ് മോനെ. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ എന്താണ് ചെയ്യാറ്? ക്വസ്റ്റ്യൻസ് വായിക്കും. പിന്നെ ഓക്കെ, യെസ് യെസ് യെസ്, ഓക്കെ ഓക്കെ, യെസ്. അവൻ സെറ്റാണ്. ആ 15 മിനിറ്റിൽ അവൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ്, 15 മിനിറ്റ് നമ്മൾ വെറുതെ കളയാനുള്ള സമയമല്ല, കൃത്യമായിട്ട് നമ്മുടെ ചോദ്യ പേപ്പറിനെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് ഓരോ വിഭാഗങ്ങളിലായിട്ട് ഓപ്ഷൻ ബേസ് അല്ലേ തരുന്നത്. ഇപ്പൊ 5 എണ്ണം ഉണ്ടെങ്കിൽ 6 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാ അതൊക്കെ പറഞ്ഞിട്ടൊക്കെ അല്ലേ തരാം. അപ്പോ ഈ 15 മിനിറ്റില് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ചോദ്യങ്ങൾ മുഴുവൻ വായിച്ചു നോക്കണം. എന്തൊക്കെ ചെയ്യണം? നല്ല രീതിയിൽ ചോദ്യങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയിട്ട് അതില് നമ്മൾ ഏതിനൊക്കെയാണ് ഉത്തരം എഴുതേണ്ടത്, നമ്മൾ ഏതിനൊക്കെ ഉത്തരം എഴുതിയാലാണ് നമുക്ക് എന്ത് കിട്ടാ, മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കാം. കേട്ടാ? അതായത് ചിലവർക്കുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ അങ്ങോട്ട് ഇരിക്കും, അതൊന്നും നോക്കില്ല, ഇങ്ങനെ വായിച്ചു നോക്കൊന്നുമില്ല. എഴുതാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ചില ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം ഇങ്ങനെ എഴുതി വന്നിട്ട് പകുതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റക്ക് ആവും. പിന്നെ അങ്ങോട്ട് പോവില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ തോറും. പക്ഷേ നമ്മുടെ സമയം അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോവല്ലേ. അപ്പോ ഈ 15 മിനിറ്റിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കുക, അത് എന്ത് ചെയ്യണം, അത് നിങ്ങൾ ഇവിടേക്ക് എത്തിക്കണം. ഓക്കെ, അത് നിങ്ങൾ മൈൻഡിൽ കുറിച്ചിടണം. എനിക്ക് ഇന്നതൊക്കെ നോക്കിയാലായിട്ട് പറ്റും, ഇന്നതൊക്കെയാണ് എനിക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ അത് എന്ത് ചെയ്യണം, അത് എൻ്റെ മക്കള് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, യെസ്, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ സാറിന് പറയാനുള്ളത്, നമുക്ക് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 4 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കും, 6 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ, അല്ലടാ? യെസ്, 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 4 മാർക്കിന്റെയും 6 മാർക്കിന്റെയും. അപ്പോ അതില് ഈ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യം ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും, എല്ലാ ഉത്തരം നമുക്ക് അറിയണ്ടായിരിക്കും. 2 മാർക്കിന്റെ ചോദ്യം നമുക്ക് കുറെ എഴുതാനായിട്ടായിരിക്കും ചിലപ്പോ. അത് വിചാരിച്ചിട്ട് ഒരിക്കലും എൻ്റെ മക്കൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, 2 മാർക്കിന്റെ ചോദ്യത്തിന് ഒരു പേജ് ഉത്തരം എഴുതി വെക്കായിരിക്കും കേട്ടാ. എനിക്കറിയണതാണ് എന്ന് വിചാരിച്ചിട്ട് 2 മാർക്കിന്റെ ചോദ്യത്തിന് ഒരു പേജ് നിറച്ച് എന്ത് ചെയ്യാനായിട്ട് പാടില്ല,
ഉത്തരം എഴുതാനായിട്ട് പാടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത്, അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ സാറേന്ന്. പക്ഷേ പലരും ചെയ്യുന്നൊരു തെറ്റാണ് എന്ത്, മാർക്ക് നോക്കാതെ എന്ത് ചെയ്യും, ഉത്തരം എഴുതും. 2 മാർക്കിന് മാക്സിമം ഒരു 3 വരിയോ 4 വരിയോ ഉത്തരം എഴുതിയാൽ മതി. കൃത്യമായിട്ട് എന്താണ് ചോദ്യം അതിനുള്ള ഉത്തരം കൊടുത്താൽ മതി. വെറുതെ കൂടുതലായിട്ട് ഒരു പേജിലേക്ക് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ്, സമയനഷ്ടമാണ് കേട്ടാ. നമുക്ക് 4 മാർക്കിന്റെ 6 മാർക്കിന്റെ എഴുതണ്ടേ, അപ്പൊ അതൊന്നും എഴുതാനായിട്ട് നമുക്ക് സമയം കിട്ടാണ്ട് വരും. അപ്പൊ 1 മാർക്കിന് കൃത്യമായിട്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും, ആ ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. 2 മാർക്കിന് 2ഓ 3ഓ വാക്യത്തിൽ മാത്രം എന്ത് ചെയ്യാം, ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ക്ലിയർ ക്ലിയർ യെസ് ഓക്കെ. പിന്നെ 4 മാർക്കിലേക്ക് വരുമ്പോൾ 6 മാർക്കിലേക്ക് വരുമ്പോഴും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നോക്കാം. 4 മാർക്ക് ആവുമ്പോൾ ഒരു പേജിന്റെ സൈഡ് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലേ, അല്ലേ? ഒരു പേജിന്റെ സൈഡ് അല്ലേ പറഞ്ഞിട്ടില്ലേ? യെസ് അത് തന്നെയായിരിക്കും. ഓക്കെ. 6 മാർക്കിന്റെ ഉപന്യാസ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഉപന്യാസം അതൊക്കെ എങ്ങനെ എഴുതാന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ചിലപ്പോൾ എഡിറ്റോറിയൽ ആയിരിക്കാം, ചിലപ്പോൾ ഉപന്യാസം ആയിരിക്കാം, അല്ലെങ്കിൽ ആസ്വാദന കുറിപ്പായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. 6 മാർക്കിന്റെ ചോദ്യം എഴുതുമ്പോൾ ഖണ്ഡികകൾ തിരിച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. എന്താണ് ഈ ഖണ്ഡിക? പാരഗ്രാഫ്. മനസ്സിലായ? പാരഗ്രാഫ് തിരിച്ചിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു ആമുഖം കൊടുത്ത്, നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ബോഡി പാരഗ്രാഫുകൾ എഴുതി ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷൻ പാരഗ്രാഫ് കൊടുത്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. അങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, നല്ലൊരു പ്രസന്റേഷനും ആവും. നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എന്ത് തരും, മുഴുവൻ മാർക്ക് അവിടെ ഇട്ട് തരും. കേട്ടാ? യെസ്. അപ്പോ ഈ കാര്യങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇനിയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, 15 മിനിറ്റിൽ കൃത്യമായിട്ട് കൂൾ ഓഫ് ടൈം യൂസ് ചെയ്യണം. ആ സമയത്ത് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഏതിൻ്റെയൊക്കെയാണ് ഉത്തരങ്ങൾ നമ്മൾ എഴുതേണ്ടത് എന്ന് തിട്ടപ്പെടുത്തി വെച്ചു. രണ്ടാമതായിട്ട് മാർക്കിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം. 2 മാർക്കിനാണെങ്കിൽ 2 മാർക്കിനുള്ളത് മാത്രം എഴുതിയാൽ മതി. കേട്ടാ? അങ്ങനെ മാർക്കിനനുസരിച്ച് ഉത്തരം എഴുതണം. മൂന്നാമതായിട്ട് ആദ്യത്തെ 5 മിനിറ്റിന്റെ ഉള്ളിൽ, നമ്മുടെ പരീക്ഷ തുടങ്ങിയിട്ട് ആദ്യത്തെ 5 മിനിറ്റിന്റെ ഉള്ളിൽ എന്ത് തീർക്കണം, 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം. 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആദ്യത്തെ 5 മിനിറ്റിന്റെ ഉള്ളിൽ എഴുതി തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. തീരെ ഒന്ന് ചോദിക്കുമ്പോ തീർക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. ആ 15 മിനിറ്റില് ഈ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എവിടെ എത്തണം, എവിടെ എത്തണം, പരീക്ഷ പേപ്പറിൽ എഴുതിയിരിക്കും കേട്ടാ. ആ സമയത്ത് എഴുതാനായിട്ട് പാടില്ല, ഇവിടെ എത്തണം. ഓക്കെ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കും, ABCD എന്ന് പറഞ്ഞിട്ടില്ലേ, ഇല്ലേ? അതിലേതാന്ന് തെരഞ്ഞെടുത്ത് എഴുതിയാൽ മതിയില്ലേ? അപ്പൊ 1 മാർക്കിന്റെ സെക്ഷൻ പെട്ടെന്ന് തീരും. പിന്നെയാണ് 2 മാർക്കിലേക്ക് കടക്കാനുള്ളത്. 2 മാർക്കിന്റെ ചോദ്യങ്ങളും അത്രയ്ക്ക് കടുകട്ടിയിലേക്ക് വരില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ ഇങ്ങനെ പിക്ക് ചെയ്ത് എടുക്കുന്ന രീതിയിലേക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ്, മാക്സിമം ഒരു 6 മിനിറ്റിനുള്ളിൽ എന്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക, 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതി തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഒരു സംശയം ചോദിച്ചേക്കാം, സാറേ ഞങ്ങൾ 6 മാർക്കിന്റെയാണ് ആദ്യം എഴുതാനായിട്ട് പോണത്, അല്ലെങ്കിൽ ഞങ്ങൾ 4 മാർക്കിന്റെയാണ് ആദ്യം എഴുതാനായിട്ട് പോണെന്ന് പറയും. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്, അതൊക്കെ എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ. പക്ഷെ എഴുതി തീർക്കുമ്പോൾ ഏറ്റവും അവസാനം ഈ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങൾ എഴുതാതിരിക്കരുത്. മനസ്സിലായ? കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എഴുതാണ്ടാവുമ്പോൾ ഒരു 4 മാർക്ക് ആദ്യം പോവും, പിന്നത്തേലും ഒരു 4 മാർക്കായിട്ട് അങ്ങനെ 8 മാർക്ക് 10 മാർക്കോളം നമ്മുടെ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ സാറ് പറയുകയാണെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങളുടെ ഉത്തരം മുഴുവനാക്കിയിട്ട് എഴുതി തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടാ. യെസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ സമയം കൃത്യമായിട്ട് നോക്കിയിട്ട് 4 മാർക്കിന്റെ ചോദ്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഒരു 4 പേജ് എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ചിട്ട് 6 മാർക്കിന്റെ ചോദ്യം എഴുതാനായിട്ട് വരുമ്പോൾ ഒരു ചോദ്യം എഴുതാൻ നേരമില്ല. മനസ്സിലായ? അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയിരിക്കോ. കൃത്യമായിട്ട് ചോദ്യത്തിനനുസരിച്ച് കൃത്യമായുള്ള സമയം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടാ. ഇപ്പൊ ഏറ്റവും അവസാനത്തെ പരീക്ഷയാണോ മലയാളം സെക്കൻഡ് ആണോ? പിന്നെ ആർട്സ്, പിന്നെ ഏതാ വരുന്നത്, ആർട്സ് ഉണ്ടാ, വർക്ക് എക്സ്പീരിയൻസിന്റെ എക്സാം ഉണ്ട് തോന്നുന്നു അല്ലേ? യെസ്. ഓക്കെ. പക്ഷെ എന്നാലും നമ്മുടെ മലയാളം ആയിരിക്കും ഒരു ബാക്കിലേക്ക് വരുന്നുള്ളത് അല്ലേ? യെസ്. അപ്പൊ അത് നമുക്ക് പൊരിക്കണം അല്ലെ? പൊരിക്കണ്ടേ? ഇപ്പൊ എഴുതി അതായിട്ടുണ്ടാവും അല്ലേ? ആദ്യത്തെ മടിയൊക്കെ പോയിണ്ടാവും എഴുതാനുള്ളത്. ഇപ്പൊ ഒരുവിധം എല്ലാ പരീക്ഷയും തീർന്ന കാര്യം എഴുതി എന്ത് വന്നിട്ടുണ്ടാവും, ഇപ്പൊ കൈയൊക്കെ നല്ലതായിട്ട് വഴങ്ങുന്നുണ്ടാവും അല്ലേ? യെസ്, ഉണ്ടെന്നാണ് പറയണേ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പരീക്ഷ, നമ്മള് മലയാളം പരീക്ഷ പേപ്പർ നമ്മൾ നോക്കി കാണേണ്ടത് എന്നാണ് പറഞ്ഞ സാർ കേട്ടാ. മനസ്സിലായ?
യെസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മക്കള്. മലയാളം നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ട് മലയാളം അല്ലേ നമ്മുടെ മാതൃഭാഷയല്ലേ, നമ്മൾ സംസാരിക്കണതല്ലേ, നമ്മൾ എഴുതണതല്ലേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വായിക്കാണ്ടൊക്കെ പോവും. പക്ഷെ കൃത്യമായിട്ട് പാഠഭാഗങ്ങൾ വായിച്ചിട്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് പോവാനായിട്ട്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നിട്ടൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ നമുക്ക് വരാനുള്ള ചാൻസുകൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചാൽ മാത്രമേ ഏത് പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് അതിൽ കൃത്യമായിട്ട് ഉത്തരം എഴുതാനായിട്ട് സാധിക്കുമോ, അല്ലേ മക്കളെ? യെസ്. അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും വായിച്ചു കഴിഞ്ഞു എന്നാ പറഞ്ഞത് അല്ലെ. 2 ദിവസം കിട്ടിയപ്പോ 2 ദിവസം ഇരുന്ന് നല്ല മക്കളായിട്ട് വായിച്ചു പഠിച്ചു തീർത്തു എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. യെസ്. അപ്പോ നമ്മള് പരീക്ഷയെ പേടിക്കാതെ എങ്ങനെ മലയാളത്തിന്റെ സമയമൊക്കെ ഇങ്ങനെ പിടിച്ച് നമുക്ക് പരീക്ഷ എഴുതി തീർക്കാം, അങ്ങനെ തീർത്ത് 40ൽ 40 മാർക്ക് നമുക്ക് എങ്ങനെ വാങ്ങാം എന്നൊക്കെയാണ് നമ്മൾ ഇങ്ങനെ നോക്കി സംസാരിച്ചത് ഇപ്പൊ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഇവിടെ ഉണ്ടാവണണ്ടാ, കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവണ കാര്യങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ടെൻഷൻ ഇല്ലാതെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോ ഇനി നമ്മൾ തിരിച്ചു വരാണ്. നമുക്ക് 9 പാഠഭാഗങ്ങളാണ് പഠിക്കാനായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആ പാഠഭാഗങ്ങൾ എന്തൊക്കെയുണ്ട്? നനയാത്ത മഴയുണ്ട്, കുപ്പായുണ്ട്, ബഷീർ എന്ന ബില്ലുന്ന്, അങ്ങനെയുള്ള പാഠഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ. എണ്ണ നിറച്ച കരണ്ടി അല്ലേ. യെസ്. അങ്ങനെയുള്ള പാഠഭാഗങ്ങളോടൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആദ്യത്തെ പാഠഭാഗങ്ങളും പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വായിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും ഒരുപോലെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ. യെസ്. അപ്പോ ദേ സാറ് 2021-22 വർഷത്തെ അടിസ്ഥാന പാഠാവലിയുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ നിങ്ങൾക്ക് വന്ന ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്നൊന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചോദ്യ പേപ്പർ ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാഠഭാഗങ്ങളിലും എന്താണ് പറയുന്നത് കേൾക്കണ്ടേ, നിങ്ങൾക്ക് കേൾക്കണ? യെസ്. ഓരോ പാഠഭാഗങ്ങളും എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളും ഞാനൊക്കെ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ക്ലാസ് അങ്ങനെ നമുക്ക് നൈസായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഓക്കെ. അപ്പോൾ 2021-22 കാലഘട്ടത്തിലത്തെ ഒരു മലയാളം അടിസ്ഥാന പാഠാവലിയുടെ ഒരു പേപ്പറാണ് കേട്ടോ. അത് നോക്കാം നമുക്ക്. ഒന്നാമത്തെ വിഭാഗം നോക്കിയ മക്കളെ, 1 മുതൽ 6 വരെ ഉള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതണം, ഒരു സ്കോർ വീതം. ഇവിടെയാണ് സാറ് പറഞ്ഞത്. നോക്കിയേ, 6 ചോദ്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. 6 ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. നിങ്ങൾ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഈ 4 എണ്ണത്തിന്റെ ഉത്തരം എവിടെ വെച്ച് നമ്മൾ കണ്ടുപിടിക്കും? ആ കൂൾ ഓഫ് ടൈമിന് നമ്മൾ ഈ 4 എണ്ണത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടുവച്ചിരിക്കണം കേട്ടാ. യെസ്. നോക്കിയേ, ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരി ചാരോടും കൂടി നടന്ന കാലം. ഏതു കാലത്തെ കുറിച്ചുള്ള സൂചനയാണ് ഈ വരികളിൽ നിന്നും ലഭിക്കുന്നത്? ഒന്നും കൂടി വരി സാറ് വായിക്കാം. ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരി ചാരോടും കൂടി നടന്ന കാലം. ഏതു കാലത്തെ കുറിച്ചുള്ള സൂചനയാണ് ഈ വരികളിൽ നിന്നും ലഭിക്കുന്നത്? 1 ബാല്യം, 2 ശൈശവം, 3 യൗവനം, 4 കൗമാരം. ഏത് കാലഘട്ടത്തിലെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഏതാ പാഠഭാഗം ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ സാറിന്. സാറിനെ വിളിക്കാൻ പോവാണേ. യെസ്. ആരാണ്? സന്മതി. യെസ്. ഗുഡ് ഈവനിങ് മോളെ. ബാല്യകാലമാണ്. ഏതാ പാഠഭാഗം? പുതുവർഷം. യെസ്. നമ്മുടെ ആദ്യത്തെ പാഠം അല്ലേ, നമ്മൾ പഠിക്കുന്ന ഏറ്റവും ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള പുതുവർഷം എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ നിന്നുള്ള വരികളാണിത്. ഇതാണ് സാറ് പറഞ്ഞത്. കൃത്യമായിട്ട് നിങ്ങൾ പാഠത്തിന്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യണമെന്ന് വായിച്ചു പോകണം. ഇതുപോലെ വരികൾ തന്നു കഴിഞ്ഞാൽ ഏത് പാഠഭാഗത്തിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത് എന്ന് ആർക്ക് മനസ്സിലാവണം? നമുക്ക് മനസ്സിലാവണം അല്ലേ. യെസ്. അപ്പൊ അതേ നമ്മളിപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന് സന്മതി. യെസ്. സന്മതി വെറൈറ്റി നെയിമാണ് സാറിന്റെ ഇങ്ങനെ നോക്കിയിട്ട് വിളിക്കുന്നത്. ഓക്കെ, സന്മതി അല്ലേ. യെസ്. ഓക്കെ. അപ്പൊ സന്മതി നമുക്കത് പറഞ്ഞു വന്നു. പുതുവർഷം എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. ഉത്തരം എന്താണ്? ഉത്തരം ബാല്യം എന്നാണ്. യെസ്. ബാല്യമാണോ മക്കളെ? ആണോ അല്ലേ? യെസ്. 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 അപ്പോ ബാല്യം എന്നതാണ് ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരി ചാരോടും കൂടി നടന്ന കാലം. ഇതിൽ പറയുന്ന ആ കാലഘട്ടം ബാല്യകാലഘട്ടമാണ്.
യെസ്. അപ്പൊ മിഠായി 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 കൊടുക്ക്, മിഠായി തായോ, മിഠായി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ദേ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ആദ്യത്തെ മിഠായി നമ്മുടെ സന്മതിക്ക് കൊടുക്കാണ്. സോറി സന്മതിക്ക് കൊടുക്കാണ്. ഓക്കെ യെസ്. അപ്പൊ പിടിക്കാൻ തയ്യാറല്ലേ? സന്മതി എവിടെയാ വീട്? കലൂര്. യെസ് കലൂർക്ക് ദേ ഇപ്പൊ എത്തുണ്ടാ. ഓക്കെ പിടിച്ചോ. ഇങ്ങനെയാണ് എറിഞ്ഞേരാട്ടോ. അത് കാരണം വേഗത്തെ. യെസ് കിട്ടിയാ? കലൂര് പെട്ടെന്ന് എത്തി. യെസ് ഓക്കെ. അപ്പൊ ദേ ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ ഒരു മാർക്ക് നമ്മൾ എവിടെ വെച്ചാ? നമ്മുടെ ഈ പോക്കറ്റിൽ വെച്ചു അല്ലേ? യെസ്. അപ്പൊ ആദ്യത്തെ ഒരു മാർക്ക് നമ്മുടെ ഈ പോക്കറ്റിൽ നമ്മൾ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ മക്കളെ നോക്കി, പുതുവർഷം എന്ന് പറഞ്ഞ പാഠഭാഗത്തില് എന്ത് സന്ദർഭമാണ് പറയുന്നേ? പുതുവർഷം എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ ഓണത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? ഓണത്തിനെ കുറിച്ചിട്ട് പറയുന്നില്ലേ? പണ്ട് കാലഘട്ടത്തിൽ കേരളത്തിൽ എങ്ങനെയാണ് ഓണം ഉണ്ടായിരുന്നത്, ഓണം എങ്ങനെയാണ് കേരളീയരായ മനുഷ്യര് ഓണത്തെ എങ്ങനെയാണ് വരവേറ്റിരുന്നത് എന്നൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ മാറുന്ന മലയാളികൾക്ക് മുന്നിൽ എങ്ങനെയാണ് ഓണം എന്നും പറയുന്നുണ്ട് അല്ലേ? അപ്പോ കുട്ടിക്കാലത്ത് ബാല്യകാലഘട്ടത്തിൽ കവിയത്രി എന്ത് ചെയ്തതാണ്? ഓണം ആഘോഷിച്ചിരുന്ന, ഒരു തരത്തിലും കളങ്കമില്ലാതെ, ഒരു തരത്തിലും വഴക്കില്ലാതെ, എപ്പോഴും എല്ലാവരുമായിട്ട് ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും നടന്നിരുന്ന ആ ഒരു ബാല്യകാലത്തെയാണ് എവിടെ സൂചിപ്പിക്കുന്നത്? ആരോടുമില്ല വഴക്കെന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം എന്ന് പറഞ്ഞ വരികളിൽ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയ? യെസ് ക്ലിയർ ആയി. യെസ് ഓക്കെ. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇത് നിങ്ങൾക്ക് വരാറുള്ള ചോദ്യമാണ് കേട്ടോ. മാതൃക പോലെ പിരിച്ചെഴുതൽ ഒന്നുകിൽ ചേർത്തെഴുതാനായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ പിരിച്ചെഴുതാനായിട്ട് വരാറുണ്ട്. പ്രസിദ്ധനായ അതിന് പിരിച്ചെഴുതുമ്പോ എങ്ങനെ എഴുതാ? പ്രസിദ്ധൻ പ്ലസ് ആയ, പ്രസിദ്ധ പ്ലസ് നായ എന്ന് എഴുതിയിരിക്കും കേട്ടാ. മനസ്സിലായ? പ്രസിദ്ധൻ പ്ലസ് ആയ എന്നാണ് എവിടെ വരാ? പ്രസിദ്ധനായ എന്നതിനെ പിരിച്ചെഴുതാം. അങ്ങനെയാണെങ്കിൽ കൈവശമുള്ള എന്നതിനെ എങ്ങനെയായിരിക്കാം നമുക്ക് പിരിച്ചെഴുതാനായിട്ട് സാധിക്കുക? എങ്ങനെയായിരിക്കും പിരിച്ചെഴുതാനായിട്ട് സാധിക്കുക? സാറിന് അറിയില്ല, ഒന്ന് പറഞ്ഞേ. ഇഷാന. യെസ് ഇഷാനയാണ് പറഞ്ഞുതരാനായിട്ട് വരുന്നത് അല്ലേ? ഗുഡ് ഈവനിങ്. സാറിന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാടി പുറപ്പെട്ടു അവിടുന്ന്. സാറ് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടല്ലേ? അങ്ങനെയാണോ? അതേത്. ഓക്കെ ഗുഡ് ഈവനിങ് മോളെ. അപ്പൊ നോക്കി, പ്രസിദ്ധനായ എന്ന് വെച്ചാൽ പ്രസിദ്ധൻ പ്ലസ് ആയ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈവശമുള്ള എന്നതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? എന്താ പറഞ്ഞേ നോക്കി? കൈവശം പ്ലസ് ഉള്ള. കൈവശം സാറ് എഴുതാണ് കേട്ടാ. കൈവശം പ്ലസ് മുള്ളയാണോ കൊടുക്കുക? എങ്ങനെയാണോ കൊടുക്കുക? ഇങ്ങനെയല്ല കൊടുക്കുക. എങ്ങനെ കൊടുക്ക? ഇങ്ങനെയാണോ കൊടുക്ക? അല്ല. എങ്ങനെ കൊടുക്ക? നമ്മള് അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? യെസ് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ് ഓക്കെ. അപ്പൊ നോക്ക, കൈവശമുള്ള എന്നതിലെ മുള്ള എന്നതിന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഉള്ള എന്നാക്കണം. കൈവശം പ്ലസ് ഉള്ള എന്ന രീതിയിലേക്കാണ് അതിനെ നമ്മൾ മാറ്റി എഴുതണത് അല്ലേ? യെസ്. അപ്പൊ മക്കളെ ഒന്നുകൂടി ആ ചോദ്യം ഒന്ന് നോക്കാം. പ്രസിദ്ധനായ എന്നതിനെ പ്രസിദ്ധൻ പ്ലസ് ആയ എന്ന് എഴുതുമ്പോൾ കൈവശമുള്ള എന്നതിനെ കൈവശം പ്ലസ് ഉള്ള എന്നായിരിക്കണം എന്ത് എഴുതേണ്ടത്? പിരിച്ചെഴുതേണ്ടത്. ക്ലിയർ ആയടാ? യെസ് ക്ലിയർ ആയി. അപ്പോ ക്ലിയർ ആയി. അടിപൊളിയായിട്ട് രണ്ടാമത്തെ ചോദ്യത്തിന്റെയും ഉത്തരം പറഞ്ഞു തന്നത് ഇഷാന. യെസ് ഇഷാനയാണ്. അപ്പോ ഇഷാനയ്ക്കുള്ള മുട്ടായി വേണം. അത് സാറ് തിന്നണ്ട. അങ്ങനെ എനിക്ക് തന്നെ വേണം അല്ലേ? അങ്ങനെയാണോ? അങ്ങനെ തിന്നിയ സാറേ ഇത്. ഓക്കെ യെസ്. നീ പിടിച്ചോ ഇഷാനേ. യെസ് പിടിച്ചോ? യെസ് ഓക്കെ. അപ്പോ രണ്ടാമത്തെ ചോദ്യവും നമ്മൾ അടിപൊളിയായിട്ട് തീർത്തു. മക്കളെ നിങ്ങൾക്ക് ഇതുപോലെ പിരിച്ചെഴുതാനോ അല്ലെങ്കിൽ ചേർത്തെഴുതാനോ ഉള്ള ഒരു ചോദ്യം ഷുവറാണ് കേട്ടാ. ഷുവറാണ് കേട്ടോ. ഒരെണ്ണം നിങ്ങൾക്ക് 1 മാർക്കിന് വരാറുണ്ട് കേട്ടാ. യെസ്. അപ്പോ 2 മാർക്ക്. എത്ര മാർക്കാ? 2 മാർക്ക് നമ്മുടെ ഇവിടെ നമ്മൾ വെച്ചു കേട്ടാ. ഇവിടെ കേട്ടാ. ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം.
അമ്മയുടെ സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെല്ലാം ചേർന്ന് എനിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു. ബാല്യത്തിൽ വീട്ടുകാരും അധ്യാപകരും എഴുത്തുകാരിക്ക് ചുറ്റും വേലി കെട്ടാൻ കാരണം എന്താണ്? ആദ്യം ഓടി വന്നിട്ട് ഇത് ഏതാ പാഠഭാഗം എന്ന് പറഞ്ഞു തരാണ്ട് എനിക്ക്. ഏഞ്ചൽ. യെസ്, ഏഞ്ചൽ ഏത് പാഠഭാഗമാണ്? ഗുഡ് ഈവനിങ് മോളെ. യെസ്, പ്രിയ ഏസിന്റെ നനയാത്ത മഴ എന്ന് പറഞ്ഞ പാഠഭാഗമാണ്. നനയാത്ത മഴ എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ ഈ വരികൾ ഒന്ന് ശ്രദ്ധിച്ചേ. അമ്മയുടെ സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെല്ലാം ചേർന്ന് എനിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു. ബാല്യത്തിൽ വീട്ടുകാരും അധ്യാപകരും എഴുത്തുകാരിക്ക് ചുറ്റും വേലി കെട്ടാൻ കാരണം എന്താണ്? ഓപ്ഷൻ ഒന്ന് കേൾക്കട്ടാ, എല്ലാവരും കേൾക്കാ. മഴ ഇഷ്ടമായതിനാൽ, കുറുമ്പുകാരി ആയതിനാൽ, കളിച്ചു നടക്കാൻ ഇഷ്ടമായതിനാൽ, അസുഖക്കാരി ആയതിനാൽ. എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? അങ്ങനെ വേലി കെട്ടാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? ഓ യെസ്, എന്താ പറയുന്നേ? അസുഖക്കാരി ആയത് കാരണാണെന്ന് പറയണേ അല്ലേ? യെസ്, ഓക്കെ. നോക്കിയേ, അപ്പോ അമ്മയുടെ സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെല്ലാം ചേർന്ന് എനിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു എന്ന് നമ്മുടെ അതിൽ പറയുന്നുണ്ട് അല്ലെ? നനയാത്ത മഴ എന്ന് പറഞ്ഞതിൽ എഴുത്തുകാരി പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ വീട്ടുകാരും അധ്യാപകരും അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കാരണം എന്തായിരുന്നു? മഴ ഇഷ്ടമായതിനാൽ, കുറുമ്പുകാരി ആയതിനാൽ, കളിച്ചു നടക്കാൻ ഇഷ്ടമായതിനാൽ, അതുപോലെ തന്നെ അസുഖക്കാരി ആയതിനാൽ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? അസുഖക്കാരി ആയതിനാൽ എന്നാണ്. കിട്ടിയ എല്ലാവർക്കും? യെസ് യെസ്. അപ്പോ അടിപൊളിയായിട്ട് മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും നമ്മുടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഏഞ്ചൽ ആണ് നമുക്ക് അതിന്റെ ഉത്തരം പറഞ്ഞു തന്നത് അല്ലെ? യെസ്, ഏഞ്ചൽ തന്നെയാണ്. ഏഞ്ചൽ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. സാറ് ശരിക്കും തന്നെയല്ലേ പേര് പറയണേ അല്ലെ? അങ്ങനെയല്ലേ? ഓക്കെ. അപ്പൊ ഏഞ്ചലിനുള്ള മുട്ടായി ഞാൻ മൂളിക്ക് എറിഞ്ഞുതരാം കേട്ടാ. ഇങ്ങനെ എറിഞ്ഞുതരാം കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ് 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 യെസ്, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഏഞ്ചല്. ഓക്കെ. അപ്പോ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരുന്നു? അസുഖക്കാരി ആയതിനാൽ എന്നായിരുന്നു കേട്ടാ. അപ്പോ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. 4ാമത്തെ ചോദ്യം. ബഷീർ എന്ന വലിയ ഒന്ന് എന്ന കവിതയിലെ വലിയ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് കൃതിയുടെ സൂചനയാണ്? ബഷീറിന് അറിയോ? ബഷീറിന് അറിയാം അല്ലെ? യെസ്, ബഷീറിന് അറിയാം. അതുപോലെ തന്നെ ബഷീറിന്റെ കൃതികളൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അടിയിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് കൃതികള്. മതിലുകൾ, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, പൂവമ്പഴം. ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അല്ലെ ബഷീറിനെ കുറിച്ച് പറയുമ്പോ അല്ലെ? യെസ്. അപ്പോ വലിയ ഒന്ന് എന്ന് പറഞ്ഞ പ്രയോഗം ബഷീറിന്റെ ഏത് പാഠഭാഗത്തിലത്തെയാണെന്നാണ് ചോദ്യം. ഏത് പാഠഭാഗത്തിൽ അല്ലെ? ഏത് പാഠഭാഗം ഏത് പുസ്തകത്തിലത്തെയാണ്? ഏത് കൃതിയിലേതാണ്? ഏതായിരിക്കും? ഒന്ന് നോക്കാം. മതിലുകളാണോ, ബാല്യകാല സഖിയാണോ, പാത്തുമ്മയുടെ ആടാണോ, പൂവമ്പഴമാണോ? കെവിൻ. യെസ്. സാറേ ബാല്യകാല സഖിയാണ് എന്നാണ് പറയുന്നത്. വലിയ ഒന്ന് എന്ന പ്രയോഗം ബാല്യകാല സഖി എന്ന് പറഞ്ഞ കൃതിയിലേതാണ്? ആർക്കെങ്കിലും ഇതിന് അഭിപ്രായം ഉണ്ടോ മക്കളെ? ഉണ്ടാ? ഇല്ല ഇല്ല, ബാല്യകാല സഖി തന്നെയാണ് സാറ്. യെസ്, അത് തന്നെയാണ്. ബാല്യകാല സഖി എന്ന് പറഞ്ഞ കൃതിയിൽ പരാമർശിച്ചിട്ടുള്ളതാണ് എന്ത്? വലിയ ഒന്ന്. അതായത് ഉത്തരം ഉറക്കെ വിളിച്ച് പറയാണ് ആര്? ഒരു ചോദ്യത്തിന് ഉത്തരം ഉറക്കെ വിളിച്ച് പറയാണ് ആര്? നമ്മുടെ ബഷീർ. അപ്പൊ അതാണ് പറയുന്നത്. ഒന്നും കൂട്ടിയാൽ എന്താവെന്ന് പറയുന്നേ? വലിയൊരു ഒന്ന് എന്ന് പറയുന്നത് അല്ലെ? യെസ്, ഓക്കെ. അപ്പോ വലിയ ഒന്ന് എന്നത് ബാല്യകാല സഖി എന്ന് പറഞ്ഞ കൃതിയിലേതാണ്? അപ്പൊ ദേ 4ാമത്തെ ചോദ്യത്തിന്റെയും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് നമ്മുടെ കെവിൻ ദേ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ കെവിൻ അവിടെ എന്തേ എനിക്കുള്ള മുട്ടായി കിട്ടാതെ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കണം അല്ലേ കെവിനെ? അതെ. ഓക്കെ. അപ്പൊ ദേ കെവിനുള്ള മുട്ടായിയും കൂടി എറിഞ്ഞു കൊടുത്തിട്ട് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാ കേട്ടാ. യെസ് യെസ്, ഇവിടെ നിങ്ങളുടെ എടുക്കട്ടെ. യെസ് യെസ്. ഓക്കെ. അപ്പൊ മക്കളെ 4ാമത്തെ ചോദ്യത്തിന്റെയും ഉത്തരം നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് നമുക്ക് കിട്ടി. അപ്പൊ 4 മാർക്ക് നമുക്ക് കിട്ടിയില്ലേ? 4 മാർക്ക് കിട്ടിയാ? യെസ്,
4 മാർക്ക് നമുക്ക് കിട്ടി. ഇതില് ഒന്നാമത്തെ ഈ സെക്ഷനിൽ 6 ചോദ്യങ്ങൾ 4 എണ്ണത്തിന് നമുക്ക് ഉത്തരം എഴുതിയാൽ മതി അല്ലേ? 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയില്ലേ? യെസ്, ആ 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് ഇതിലിപ്പോ ചിലത് ഇഷ്ടാവില്ല, ചിലപ്പോൾ ചിലത് സ്കിപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി 2 ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. യെസ്, നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. കുട്ടികൾക്ക് തേന്മാവ് കാണിച്ചു കൊടുക്കുകയേ ആവൂ. തേൻകനി പറിച്ചു കഴുകി ചെത്തിപ്പൂളി തിന്നാൻ പാകത്തിന് കൊടുക്കരുത്. വനഗായകന്റെ വാക്കുകളുടെ പൊരുൾ എന്ത്? മാങ്ങ തിന്നാറുണ്ടാ? മാങ്ങ തിന്നാറുണ്ടാ? മാങ്ങ ഇങ്ങനെ പൊട്ടിച്ച് അല്ലെങ്കിൽ മാങ്ങ വീണ പഴുത്ത മാങ്ങ കൊണ്ടുവന്ന് ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പൂളി തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞ് എന്നിട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കും അല്ലേ? അങ്ങനെയാണോ? അങ്ങനെ തന്നെ. അതാണ് അമ്മ ഇങ്ങനെ മാങ്ങയൊക്കെ ഇങ്ങനെ തൊലിക്ക് പൊളിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കാറുണ്ടെന്ന് അല്ലേ? അപ്പോ നമ്മുടെ ആ പാഠഭാഗം ഉണ്ടല്ലോ, ഏതാ? നമ്മുടെ ഒരു നാടകം പഠിക്കില്ലേ നമ്മളാ? യെസ്, ആ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് എന്താണ്? കുട്ടികൾക്ക് തേന്മാവ് കാണിച്ചു കൊടുക്കുകയേ ആവൂ. തേൻകനി പറിച്ച് കഴുകി ചെത്തിപ്പൂളി തിന്നാൻ പാകത്തിന് കൊടുക്കരുതെന്ന് വനഗായകൻ പറയുന്നുണ്ട്. അത് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണ് എന്നാ ചോദിക്കുന്നേ. 1, കുട്ടികൾ തമ്മിൽ വഴക്കു കൂടും. 2, കൈ അഴുക്കാക്കും. കുട്ടികൾ അലസന്മാരാകും. കുട്ടികൾക്ക് അസുഖം വരും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വനഗായകൻ പറഞ്ഞത്? എന്തൊരു സംഭവമാണെങ്കിലും ചോദിച്ച അപ്പോ തന്നെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. അവിടെ അമ്മയും അച്ഛനൊക്കെ ഇരിക്കുന്നുണ്ട് അടുത്ത്, അവര് അല്ലേ? എന്തെന്ന് പറഞ്ഞില്ല, മക്കളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ ഒരു മുടക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് അത് സാധിപ്പിച്ച് തരാറുണ്ട് അല്ലേ? തരാറില്ലേ? യെസ്, തരാറുണ്ട്. അതാണ് അച്ഛനും അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഞാനും ചെറിയ കുട്ടിയല്ലേ, അപ്പൊ ഇപ്പോഴും ഞാൻ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞാലും സാധിച്ചു തരാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ പോലെ ചെറിയ മോനാണ് കേട്ടാ, മനസ്സിലായാ? നിങ്ങളുടെയൊക്കെ 2 വയസ്സ് കൂടുതലുള്ളൂ. ഇപ്പൊ മനസ്സിൽ വിചാരിക്കണു, കണ്ടാലും പറയൂ മുതുക്കൻ, അങ്ങനെയാ? ഓക്കെ, അപ്പൊ നോക്കിയേ, കുട്ടികൾക്ക് തേന്മാവ് കാണിച്ചു കൊടുക്കുകയേ ആവൂ. തേൻകനി പറിച്ചു കഴുകി ചെത്തിപ്പൂളി തിന്നാൻ പാകത്തിന് കൊടുക്കരുത്. വനഗായകന്റെ വാക്കുകളുടെ പൊരുൾ എന്താണ് ഇതിലിങ്ങനെ പറയാനായിട്ട് കാരണം? ഒന്ന് വേഗം പറഞ്ഞേ സാരന. ദിയ. യെസ്, ദിയേ. ഗുഡ് ഈവനിങ് മോളെ. യെസ്, കുട്ടികൾ അലസന്മാരാകും. യെസ്, ഉമ്മച്ചി ഉണ്ടോ അവിടെ? ഉമ്മച്ചി ഉണ്ടോ അവിടെ? നമ്മുടെ മാങ്ങയ്ക്ക് ഉമ്മച്ചി മുറിച്ചു തരാറുണ്ടാ? ഇല്ല, ഞാനേ ചെയ്യാറുന്നുള്ളൂ. അതെ, അല്ലെങ്കിൽ ഉമ്മച്ചിയോട് ഞാൻ പറയാൻ പോവായിരുന്നു, എന്ത്? കുട്ടികൾ അലസന്മാരാകും. അങ്ങനെ മക്കളെ, നമ്മുടെ 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ദിയ അല്ലേ? യെസ്, ദിയയാണ് നമുക്ക് പറഞ്ഞു തന്നത്. കുട്ടികൾ അലസന്മാരാകും എന്ന ബോധ്യമാണ് വനഗായകനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. മനസ്സിലായ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടാ. അത് വിചാരിച്ചിട്ട് നാളെ തന്നെ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് കത്തിയെടുക്ക, തണ്ണിമത്തെടുക്ക്, അല്ലെങ്കിൽ മാങ്ങ എടുക്കുന്ന പറഞ്ഞിട്ട് മുറിക്കാൻ നിൽക്കരിക്കോ. കൈ ഒന്ന് മുറിച്ചു വെക്കല്ലേ കേട്ടാ. സാറ് പറഞ്ഞു എല്ലാം നമ്മൾ തന്നെ സ്വയം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കത്തി നിർത്തിട്ട് നിങ്ങളൊന്നും ചെയ്യല്ലേ കേട്ടാ. മനസ്സിലായാ? സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ദിയ പറഞ്ഞു തന്നു. ദിയെ, എന്ത് മുട്ടായി വേണം? എന്ത് മുട്ടായി വേണം? എന്താണെങ്കിലും ഇവിടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന സാറ് തിന്ന് തീർത്തില്ലെങ്കിൽ എന്താണെങ്കിലും കിട്ടും. കേക്കുന്നില്ലേ? ഓക്കെ, ഡയറി മിൽക്ക് ആവട്ടെ. അപ്പൊ സാറേ, അപ്പൊ നമ്മുടെ ഡയറി മിൽക്ക് എടുക്കാം. സൈഡ് വെച്ചിട്ടുണ്ട്. യെസ്, എന്നാ പിടിച്ചോട്ടാ. വലുതായ കാര്യം കാണൂല കേട്ടാ, മനസ്സിലായ? യെസ്, കിട്ടിയ അവിടെ? യെസ്, കിട്ടി കണ്ട. ഞാൻ എറിഞ്ഞു കൊടുക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലായ? ഉടായ്പൊന്നല്ല കേട്ടാ. ഓക്കെ, അപ്പൊ 5ാമത്തെ ചോദ്യത്തിന്റെയും ഉത്തരം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു മക്കളെ. പഠിച്ചില്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ 5ാമത്തെ ഉത്തരവും നമ്മൾ കിട്ടിക്കഴിഞ്ഞു. 6ാമത്തെ ചോദ്യം നോക്കി.
കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് കവി സംശയിക്കാൻ കാരണമെന്ത്? ഈ കുഞ്ഞുപുല്ല് എവിടെയാ? കുഞ്ഞുപുല്ല് എവിടെയാ? ഏത് കവിതയിലാ കുഞ്ഞുപുല്ലുള്ളത്? ഏത് കവിതയില? ഒന്ന് വേഗം ഓടി വന്ന് പറഞ്ഞു. ഈ പാഠം മുഴുവൻ വായിച്ചു തീർന്നവരെന്നല്ലേ പറഞ്ഞേ? എന്താണ്? യമീമ. യെസ്, യമീമേ. കുറ്റിവിനി മോളെ, കുഞ്ഞുപുല്ലിനെ കണ്ടിട്ടുണ്ടാ? ഏത് പാഠഭാഗത്തിലാ? രണ്ടാമത്തെ യൂണിറ്റിന്റെ പ്രാരംഭത്തിലുള്ളത് അല്ലേ? യെസ് മക്കളെ, വേഗം എടുത്തേ, ടെക്സ്റ്റ് എടുത്തേ. ടെക്സ്റ്റിലെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പ്രാരംഭം. തുടക്കല്ലേ? തുടക്കത്തിൽ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. യെസ്, ദേ കാണിച്ചു തരുന്നുണ്ട്, സാറിന് കാണിച്ചു തരുന്നുണ്ട്. യെസ്, കണ്ണു വേണം ഇരു പുറം എപ്പോഴും എന്ന് പറഞ്ഞ ഭാഗത്ത് അല്ലേ? യെസ്, അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു പുല്ലിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ കവി കുഞ്ഞു പുല്ലിന് വേനലിന് അതിജീവിക്കാൻ കഴിയുമോ എന്ന് കവി സംശയിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞേ. വികൃതി ആയതുകൊണ്ടാണോ, ദുർബലനായതിനാലാണോ, കൂട്ടുകാരില്ലാത്തതിനാലാണോ, അഹങ്കാരി ആയതിനാലാണോ? യെസ്, ദേ ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ദേ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് കവി സംശയിക്കാൻ കാരണം ആ കുഞ്ഞു പുല്ല് എന്താണ്? ദുർബലമാണ് അല്ലെ? വളർന്നു വരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ്? ദുർബലനാണ്. അതുകൊണ്ട് തന്നെ വെയിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ലിന് വാടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് എന്ത്? പുല്ലിനോ സംരക്ഷിക്കാൻ ആരോടൊക്കെയോ പറയുന്നുണ്ടല്ലേ? പറയണില്ലേ ആ കവിതയില്? യെസ്, ഓക്കെ. അപ്പൊ ദേ ആറാമത്തെ ചോദ്യത്തിനും അടിപൊളിയായിട്ട് നമുക്ക് ഉത്തരം പറഞ്ഞു തന്ന എന്താണ്? യമീമ. യെസ്, വെറൈറ്റി പേരുള്ളു, വായിലൊന്നും കൊള്ളണില്ല എനിക്ക് പറയാ. യമീമ. യെസ്, യമീമ അല്ലേ? യെസ്. അപ്പൊ യമീമയ്ക്കുള്ള മുട്ടായി കൂടി ദേ സാറ് കൊടുക്കാണ് കേട്ടാ. അതപ്പോ യമീമയ്ക്കും അത് ദേ എത്തിക്കഴിഞ്ഞു അവിടെ. അപ്പൊ മക്കളെ, ആദ്യത്തെ 6 ചോദ്യങ്ങൾ, 1 മാർക്കിന്റെ 6 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ 6 ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് എന്ത് വരാ? പാഠഭാഗങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ 6ാമത്തെ ചോദ്യം കണ്ട, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് 9 എണ്ണാണ് പറയുന്നെങ്കിൽ പോലും അതിന് മുമ്പിൽ പ്രവേശക പ്രവർത്തനമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കവിതയിൽ നിന്നുമാണ് എന്ത് വന്നിട്ടുള്ളത്? ചോദ്യം വന്നിട്ടുള്ളത് കണ്ട. അപ്പൊ അതിന് നിങ്ങളെ എന്തോ ഓർമ്മപ്പെടുത്തുന്നേ? അതുകൂടി എന്ത് ചെയ്യണം? വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ. മനസ്സിലായ? ഓക്കെ. അപ്പൊ ദേ 1 മാർക്കിന്റെ ഭാഗം നമ്മുടെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ടേ. യെസ്, ഓക്കെ. അപ്പൊ അത് നമ്മൾ അവിടെ തീർത്തു. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ. 7 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 മാർക്ക് വീതം. 7, 8, 9, 10, 11, 12 6 ചോദ്യങ്ങൾ അല്ലെ? 6 ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര മാർക്കാണ്? 2 മാർക്കാണ്. യെസ്, ഓക്കെ. നോക്കാം. അപ്പൊ നോക്കാം. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുമ പൂക്കളോ ഡൊപ്പമെൻ അമ്മയും തുമ്പ പോലെ. ഏത് പാഠഭാഗമാണ്? പുതുവർഷം. യെസ്, പുതുവർഷം. മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുമ പൂക്കളോടൊപ്പമെൻ അമ്മയും തുമ്പ പോലെ. അമ്മയെ തുമ്പപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തിയതിന്റെ 2 കാരണങ്ങൾ എഴുതുക. 2 കാര്യങ്ങൾ പറഞ്ഞാൽ മതി. 2 കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞ 2 പോയിന്റ് മാത്രം എഴുതിയാൽ മതി കേട്ടാ. 2 മാർക്കല്ലേ? ഓരോ പോയിന്റിനും ഓരോ മാർക്ക് വീതം. യെസ്, വേഗം വന്നേ. ഭദ്ര. യെസ്, ഭദ്രയാണ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് പോണേ കേട്ടാ. 2 മാർക്കിന്റെ ചോദ്യമാണ്. 2 പോയിന്റ് ദേ ഇപ്പൊ ഭദ്ര മണി പോലെ പറഞ്ഞുതരും. ഹലോ, ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ് മോളെ. അമ്മയെ തുമ്പപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തി പറയാൻ കാരണം എന്താണെന്ന്? അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ, അങ്ങനെ തുമ്പപ്പൂവിനോട് സാദൃശ്യപ്പെടുത്താനുള്ള കാരണം എന്താ?
മറ്റുള്ള പൂക്കളിൽ നിന്നും തുമ്പപ്പൂവിന് എന്നും കേരളീയ മനസ്സിൽ എന്തുണ്ട്? വലിയൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട് അല്ലേ? ആ തുമ്പപ്പൂവിന്റെ വെളുത്ത നിറം എന്തിനെ സൂചിപ്പിക്കുന്നത്? ആ ഒരു പരിശുദ്ധമായിട്ടുള്ള അമ്മയുടെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? യെസ്, അത്രത്തോളം വെണ്മയേറിയതാണ്, അത്രത്തോളം പരിശുദ്ധമാണ് അമ്മയുടെ മനസ്സ് എന്ന ഇത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ സ്നേഹത്തെ കൂടിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ തുമ്പപ്പൂവിനെ തമ്മിൽ എന്ത് ചെയ്യണത്? കണക്ട് ചെയ്യണം അല്ലേ? യെസ്, ഓക്കെ. അപ്പോ ദേ നമുക്ക് ഭദ്രയാണ് നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു തന്നത്. അപ്പൊ ഭദ്രക്കുള്ള മുട്ടായി ദേ വരണോ? വരണ്ടേ? യെസ് 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 യെസ്, ദേ 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 ദേ, പിടിച്ചോ 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 ഭദ്രേ. യെസ്, ഓക്കെ, യെസ്, ഓക്കെ. അപ്പോ ദേ നമ്മുടെ 2 മാർക്കിനുള്ള ചോദ്യത്തിനും ഉത്തരം എഴുതി. 2 പോയിന്റ് എഴുതിയാൽ മതി. ഒന്ന് അമ്മയുടെ മനസ്സിലെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു, പിന്നെ തുമ്പപ്പൂവിന് ഉള്ള സ്ഥാനം, കേരളീയ മനസ്സിലുള്ള സ്ഥാനം, അതുപോലെ തന്നെയാണ് അമ്മയെയും ആ കുട്ടി കാണുന്നത് എന്ന നിലയിലേക്കാണ് അവിടെ തുമ്പപ്പൂവിനോട് അത്രത്തോളം സാദൃശ്യപ്പെടുത്താനായിട്ടുള്ള കാരണം. 8ാമത്തെ ചോദ്യം നോക്കാം. തേൻകനി എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. രാമൻ, അയ്യോ ഇത് മാങ്ങയല്ല. ഭദ്രൻ, ഇതും മാമ്പഴമല്ല. കുട്ടികള്, ഇത് കല്ല, കല്ല് അല്ലെ? ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? രാമനും ഭദ്രനൊക്കെ കേട്ടിട്ടുണ്ടോ? രാമൻ പറയാണ് അയ്യോ ഇത് മാങ്ങയല്ല. അപ്പൊ ഭദ്രൻ അപ്പയ്ക്കടുത്ത് പറയണത് ഇതും മാമ്പഴമല്ല. അപ്പൊ എല്ലാവരും പറയാണ് ഇത് വെറും കല്ലാണ്, കല്ലാണ് അല്ലേ? യെസ്. അപ്പൊ കുട്ടികൾ എടുത്ത മാമ്പഴങ്ങൾ കല്ലുകളായി മാറിയത് എന്തുകൊണ്ടാണ്? കുട്ടികൾ എടുത്ത മാമ്പഴങ്ങൾ കല്ലുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ കടിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അതെന്താണ്? മാങ്ങയല്ല, കല്ലായിട്ട് മാറി അല്ലേ? അതിന് കാരണം എന്തായിരിക്കും? അതാണ് ചോദിച്ചിട്ടുള്ളത്. കുട്ടികൾ എടുത്ത മാമ്പഴങ്ങൾ കല്ലുകളായി മാറിയത് എന്തുകൊണ്ടാകാം? ആൽവിൻ, യെസ്. ആ മോനെ ആൽവിൻ, ആ സാറേ, കുട്ടികളല്ലല്ലോ അധ്വാനിച്ച് പറിച്ചെടുത്തത്, അതുകൊണ്ടാണ് യെസ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത്? ആ മാമ്പഴങ്ങള് കല്ലായിട്ട് അനുഭവപ്പെട്ടത്. യെസ്, ദി ആൽവിനാണ് നമുക്ക് ഉത്തരം പറഞ്ഞു തന്നെ കേട്ടാ. നോക്കി, 2 മാർക്കിന്റെ 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം ആൽവിൻ അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. കുട്ടികൾ സ്വയം അധ്വാനിച്ചിട്ടല്ല ആ മാമ്പഴങ്ങൾ പറിച്ചെടുത്തത്, അതുകൊണ്ട് സ്വയം അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ അധ്വാനം പറ്റാനായിട്ട് പോയത് കൊണ്ടാണ് എന്തുണ്ടായത്? ആ മാമ്പഴം കല്ലായിട്ട് അനുഭവപ്പെട്ടത്. യെസ് അല്ലേ? അത്ര എഴുതിയാ മതി, 2 വരി എഴുതിയാ മതി. അപ്പോ നമ്മുടെ 2 മാർക്ക് അവിടെ ഭദ്രമായിട്ട് നമ്മളൊക്കെ എവിടെ എടുത്തു വെക്കാം? ഇവിടെ എടുത്തു വെക്കാം അല്ലേ? യെസ്. അപ്പൊ ദേ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ 8ാമത്തെ ചോദ്യത്തിന് ആൽവിൻ ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആൽവിനുള്ള മുട്ടായി ദേ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. ആൽവിനുള്ള മുട്ടായി ദേ ഇവിടെ നിന്ന് എങ്ങനെ വന്ന് യെസ്, കിട്ടിയടാ. ദേ അവന് കിട്ടി. കണ്ട, നോക്കി നിങ്ങള് കണ്ടാ? നിങ്ങൾ പറയും സാറ് ഉഡായിപ്പാണ്, സാറ് മിഠായി ഒന്നും തരില്ല, അങ്ങനെയാണ് ഇങ്ങനെ. നോക്ക് കേട്ടാ. ചെക്കന് മുട്ടായി കിട്ടിയ ചെക്കൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണ്ട. കണ്ട ഇനി പറയും നിതിൻ സാർ ഉഡായിപ്പാണെന്ന് ഇനി ആരും ചോദിച്ചു വരണ്ട കേട്ടാ. മിഠായിക്ക് അവിടെ എത്തും. ഓക്കെ. അപ്പൊ 8ാമത്തെ ചോദ്യത്തിന്റെയും ഉത്തരം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുക. ഇതും നിങ്ങൾക്ക് വരാവുന്ന ഒരു ചോദ്യമാണ്. ഇനി നിങ്ങൾ 9ാം ക്ലാസ്സിൽ പോയാലും 10ാം ക്ലാസ്സിൽ പോയാലും നമുക്ക് സ്ഥിരമായിട്ട് 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്നാണ് അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുക, അല്ലെങ്കിൽ അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കി എഴുതുക. ഇതിനെ നമുക്ക് 2 വാക്യമാക്കണം. ഒന്ന് വായിച്ചു നോക്കിയേ. കല്യാണത്തിന്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. ഒറ്റ സെന്റൻസ് ആണ് അല്ലേ? ഒറ്റ വാക്യല്ലേ? ഇതിനെ നമ്മൾ എന്താക്കണം? 2 വാക്യങ്ങളാക്കണം. പക്ഷെ അർത്ഥം മാറാൻ പാടുണ്ടാ? അർത്ഥം മാറാൻ പാടില്ല. ഒന്നും കൂടി വായിച്ചേ. കല്യാണത്തിന്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി.
കുപ്പായം എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെത്തിയാണ് അല്ലേ? യെസ്, കുപ്പായം എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെത്തിയാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ 2 വാക്യങ്ങളാക്കിയിട്ട് എഴുതാം അർത്ഥം മാറാതെ? എങ്ങനെ എഴുതാം? ആരാണ് അവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കണ്ടല്ലോ? നിമിഷ. നിമിഷയാണ്. നിമിഷ സാറേ ഞാൻ പറയാം അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ ദേ നിമിഷയാണ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. പറഞ്ഞ പോലെ ആ ആ കല്യാണത്തിന്റെ തീയതി അടുത്തു തുടങ്ങി, ഫുൾ സ്റ്റോപ്പ്. എന്നിട്ട് തുടങ്ങാൻ അടുത്ത ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് തുടങ്ങാ. അപ്പോഴാണ് പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്താൽ മതിയില്ലേ? അല്ലേ? ഒന്ന് നോക്കിയാ, ഒന്ന് കേട്ടെ. കല്യാണത്തിന്റെ തീയതി അടുത്തു തുടങ്ങി, ഫുൾ സ്റ്റോപ്പ്. ഒരു സെന്റൻസ് കഴിഞ്ഞു. രണ്ടാമത്തെ സെന്റൻസ് നോക്കി. അപ്പോഴാണ് പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങിയത്, ഫുൾ സ്റ്റോപ്പ്. 2 സെന്റൻസ് ആയില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ അതേ അർത്ഥം തന്നെയല്ലേ വന്നിട്ടുള്ളത്? അല്ലേ? യെസ്, ഓക്കെ. അപ്പോ കല്യാണത്തിന്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി എന്നതിനെ 2 വാക്യങ്ങളായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. കല്യാണത്തിന്റെ തീയതി അടുത്തു തുടങ്ങി, അപ്പോഴാണ് പുതിയ കുപ്പായത്തിന്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങിയത്. ക്ലിയർ? യെസ്, ക്ലിയർ. യെസ്, ഓക്കെ. അപ്പോ ദേ നമുക്ക് നിമിഷക്കുള്ള മുട്ടായി കൊടുക്കാം. അപ്പോ നിമിഷക്കുള്ള മുട്ടായി ഡാൻസ് ചെയ്തിട്ട് തരണ. ഓക്കെ, അപ്പൊ ദേ നിമിഷം പിടിച്ചോ. യെസ്, ഓക്കെ. യെസ്, ഇത് സ്റ്റെപ്പാണ് കേട്ടാ. കണ്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് കൈ ഇങ്ങനെ വിടണ കണ്ടാ? അതാണ് സ്റ്റെപ്പ് ഡാൻസിന്റെ. ഓക്കെ. അപ്പോ മക്കളെ, ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതായത് അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി എഴുതാനോ അല്ലെങ്കിൽ ഒറ്റ വാക്യമാക്കിയിട്ട് എഴുതാനോ നിങ്ങളോട് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോ 9ാമത്തെ ചോദ്യത്തിനും നമ്മൾ അടിപൊളിയായിട്ട് ഉത്തരം എഴുതി. 3 നമ്മൾ ഉത്തരം എഴുതിയിട്ട്. അപ്പോ 4ാമത്തെ നോക്കി. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ എങ്കണ്ണിനോളം മാത്രം. ഇതുപോലെ കാർഷിക ജീവിതവുമായി ബന്ധമുള്ള 2 പഴഞ്ചൊല്ലുകളോ നാട്ടറിവുകളോ എഴുതുക. ചെറുപ്പത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാ? അറിയോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ വേഗം ഓടി വന്നിട്ട്. ആരാണ്? സർവേഷ്. യെസ്, ഗുഡ് ഈവനിങ് മോനെ. പഴഞ്ചൊല്ല് അല്ലെങ്കിൽ നാട്ടറിവ് പറയാനാ പറഞ്ഞേ. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ എങ്കണ്ണിനോളം മാത്രം. ഇതുപോലെ കാർഷിക ജീവിതവുമായി ബന്ധമുള്ള 2 പഴഞ്ചൊല്ലുകളോ അല്ലെങ്കിൽ നാട്ടറിവുകളോ എഴുതാം. പറഞ്ഞു. മത്ത കുത്തിയാൽ കുമ്പളം മുളക്കില്ല. യെസ്, 1. അടുത്തത് ഒരെണ്ണം അറിയാം. യെസ്, ഒരെണ്ണം പറഞ്ഞു. നിന്നെ ആർക്കും അറിയാം? ഒരെണ്ണം കൂടി. ഒരെണ്ണം പറഞ്ഞ ആരെങ്കിലും? ഏഞ്ചൽ. പറഞ്ഞു മോളെ, പറഞ്ഞു. സമ്പത്ത് കാലത്ത് തൈപ്പത്തു വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം എന്ന് പറഞ്ഞു. പിന്നെ ഒരെണ്ണം കൂടി പറഞ്ഞു തരട്ടെ. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയും അല്ലേ? യെസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാർഷികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് പഴഞ്ചൊല്ലുകളായിട്ട് അവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2-3 നമ്മളിപ്പോ ചർച്ച ചെയ്തു കേട്ടാ. ഇത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാവുന്നുള്ളൂ കേട്ടാ, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ. യെസ്, അപ്പോൾ നമ്മൾ 10ാമത്തെ ചോദ്യവും അടിപൊളിയായിട്ട് പഠിച്ചു. 10ാമത്തെ ചോദ്യം നമുക്ക് 2 ആൾക്കാർ വന്നിട്ടാണ്. അതെ സാറേ എന്തിനാണ് 11 പോലെ മിഠായിതായോ? അതിന് അവിടെ നിന്ന് ആരാണ്? നമ്മുടെ സാറ് വീട്ടിൽ അവിടെ നിന്നിട്ട് സാർ മിഠായി തരാൻ പോവാൻ പറ്റിയ സാറേ, മിഠായി തരാം അല്ലേ? ഭീഷണി ആയി പോവാൻ. ഓക്കെ, അപ്പൊ 2 ആൾക്കാരാണ് നമുക്ക് 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. അപ്പൊ 2 പേർക്കുള്ള മുട്ടായികളും
രണ്ട് കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടാ. യെസ്. ദൈവമേ. ഓക്കെ യെസ്. ഓക്കെ, അപ്പോ 10ാമത്തെ ചോദ്യവും നമ്മൾ കഴിഞ്ഞു. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആട്ടം പഠിക്കുന്നു, ചാട്ടം പഠിക്കുന്നു, കൊട്ടു പഠിക്കുന്നു, പാട്ടു സാധിക്കുന്നു. എവിടത്തെയാണിത്? ഏത് പാഠഭാഗമാണിത്? ആട്ടം പഠിക്കുന്നു, ചാട്ടം പഠിക്കുന്നു, കൊട്ടു പഠിക്കുന്നു, പാട്ടു സാധിക്കുന്നു. നിയ. ഓക്കെ, നിയേ ഏതിലത്തെയാണത്? ഗുഡ് ഈവനിങ് മോളെ. യെസ്, കിട്ടും പണമെങ്കിൽ അല്ലേ? ആരെ എഴുതിയേ? അങ്ങനെയൊക്കും ചോദിച്ചാ അങ്ങനെയാണോ? സാറ് എന്താ അങ്ങനെയൊക്കെ ചോദിക്കണേ? കുഞ്ചൻ നമ്പ്യാര്. അതാണ് നമ്പ്യാരല്ലേ. നമ്പ്യാർ എഴുതിയതാണ് എന്ത്? ആട്ടം പഠിക്കുന്നു, ചാട്ടം പഠിക്കുന്നു, കൊട്ടു പഠിക്കുന്നു, പാട്ടു സാധിക്കുന്നു. യെസ്. ഓക്കെ, അപ്പോ ഈ വരികളിലെ ഭാഷാപരമായ 2 സവിശേഷതകൾ എഴുതാം. പറയാ സാറ് പറയാട്ടാ. നീയ വിചാരിച്ചു അയ്യോ ഞാൻ വീണ്ടും അങ്ങനെ ഒന്നുമില്ല കേട്ടാ. കുഞ്ചൻ നമ്പ്യാരാണോ? കുഞ്ചൻ നമ്പ്യാരെ പ്രത്യേകത ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിന് ഉത്തരം പറയാം കേട്ടാ. അതിനു മുമ്പ് നീക്കുള്ള മുട്ടായി തരാം. നീ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെ. അപ്പൊ നീയതേ മുട്ടായിയാണോ സാറേ? അല്ലേ? യെസ്. പിടിച്ചോ നീയേ. ഞാനേ റൂട്ട് മാറ്റി പിടിക്കട്ടെ. ഇവരേക്ക് ഈ റൂട്ടിലായിരുന്നേ, ഇതിപ്പോ നീ ഇപ്പുറത്തല്ലേ. അപ്പൊ ഇങ്ങനെ പിടിച്ചോ. യെസ്. യെസ്. നീക്ക് കിട്ടി. അപ്പൊ നമ്മള് കുഞ്ചൻ നമ്പ്യാരാണ് എന്താ നമ്മുടെ ഈ പാഠഭാഗം എഴുതിയിട്ടുള്ളത്. ജനകീയനായിട്ടുള്ള ഒരു കവിയായിരുന്നു അദ്ദേഹം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. തുള്ളൽ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓട്ടംതുള്ളൽ കേട്ടിട്ടുണ്ടാ? ഓട്ടംതുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ടാ? കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടെന്ന് പറയണേ അല്ലേ? യെസ്. അപ്പോ ആ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? നമ്പ്യാർ. സാമൂഹിക വിമർശനം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഹാസ്യരൂപേണ കവിതകളൊക്കെ അവതരിപ്പിച്ച് അതിൽ നിന്നും സാമൂഹ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പോ ആട്ടം പഠിക്കുന്നു, ചാട്ടം പഠിക്കുന്നു, കൊട്ടു പഠിക്കുന്നു, പാട്ടു സാധിക്കുന്നു. ഈ വരികൾ വായിക്കുമ്പോൾ ഒന്ന് ആലോചിക്കും. ഒന്ന് വായിച്ചേ, നിങ്ങളൊന്ന് വായിച്ചേ. എന്തെങ്കിലും പ്രത്യേകം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആട്ടം പഠിക്കുന്നു, ചാട്ടം പഠിക്കുന്നു, കൊട്ടു പഠിക്കുന്നു, പാട്ടു സാധിക്കുന്നു. എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? 2 പ്രത്യേകത എഴുതാനും പറഞ്ഞ ഭാഷാപരമായിട്ടുള്ളത്. മാധവന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. യെസ്, മാധവന് തോന്നുന്നുണ്ടോ? യെസ്. ഗുഡ് ഈവനിങ് മോനെ. യെസ്, അതാണ്. നോക്കി, 2ാമത്തെ അക്ഷരമായിട്ടുള്ള ട, ആട്ടം. അതിന്റെ അടിയത്തെ വരി നോക്കി, കൊട്ട് അല്ലേ? ട അല്ലേ? അപ്പൊ ട എന്ന് പറഞ്ഞ 2 അക്ഷരങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്, ഒരേപോലെ വരുന്നുണ്ട്. അതിന് മറ്റൊരു പേര് പറയും നമ്മള്. എന്നിട്ട് പറയാ അതിനെ? അതറിയോ? യെസ്, ദൈവം അടിപൊളിയായിട്ട് പറഞ്ഞു എന്റെ മോൻ. യെസ്, ദ്വിതീയ അക്ഷര പ്രാസം. അപ്പൊ നമ്മൾ പ്രാസങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് പോവാണ്. മാധവേ, വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ സാറ് പ്രാസങ്ങളെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞിട്ട് വരാട്ടാ. മുട്ടായി അപ്പൊ തരാട്ടാ. ഓക്കെ, യെസ്. മക്കളെ, പ്രാസം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രാസം ദ്വിതീയാക്ഷര പ്രാസമുണ്ട്, അന്ത്യാക്ഷര പ്രാസമുണ്ട്, ആദ്യാക്ഷര പ്രാസമുണ്ട്. 2 വരികളിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ആദ്യാക്ഷര പ്രാസം. ശ്രദ്ധിക്കുക, 2 വരികളിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ആദ്യാക്ഷര പ്രാസം. ക്ലിയർ ആയ? ഇതുപോലെ നിങ്ങൾക്ക് 2 വരികൾ തന്നതിന്റെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ആദ്യാക്ഷര പ്രാസമുണ്ടോ, അന്ത്യാക്ഷര പ്രാസമുണ്ടോ, ദ്വിതീയാക്ഷര പ്രാസം ഉണ്ടോ എന്നാണ് കേട്ടാ. അപ്പൊ സാർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. 2 വരികളിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ആദ്യാക്ഷര പ്രാസം. പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അവിടെ ഈ വരികളിൽ ആദ്യാക്ഷര പ്രാസം ഉണ്ടാ? നോക്കിയേ, ആട്ടം പഠിക്കുന്നു, അതിന്റെ അടിയിൽ കൊട്ടു പഠിക്കുന്നു,
കോയും ആയില്ല കിടക്കണേ ഒരുപോലെ അല്ലല്ലോ. അപ്പൊ ആദ്യ അക്ഷരപ്രാസം ഇല്ല. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുകയാണ്, രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ, രണ്ട് വരികളിലെ രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ദ്വിതീയാക്ഷരപ്രാസം. എന്താ പറഞ്ഞേ? ഒന്നും കൂടി നോക്കാം. രണ്ടു വരികളിലെ രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ആവർത്തിച്ചു വന്നാൽ അതിനെ പറയുന്ന പേരാണ് ദ്വിതീയാക്ഷരപ്രാസം. നമ്മുടെ മാധവ് നമുക്ക് പറഞ്ഞു തന്നു ഇതിൽ ദ്വിതീയാക്ഷരപ്രാസമുണ്ട്. നോക്കിക്കേ, ആട്ടം അതിലത്തെ ടായും അടിയിലെ കൊട്ട് അവിടുത്തെ ടായും ഒരുപോലെ വരുന്നത് കൊണ്ട് തന്നെ അതിന് എന്തെന്ന് പറയാം നമുക്ക്? ദ്വിതീയാക്ഷരപ്രാസം. അപ്പോ ഈ വരികളിലെ ഭാഷാപരമായ പ്രത്യേകതകൾ ഒന്നായിട്ട് എഴുതാം, ദ്വിതീയാക്ഷരപ്രാസം. ഇനി നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കാനായിട്ട് പോകുന്ന പ്രാസമാണ് അന്ത്യാക്ഷരപ്രാസം. അപ്പോ അന്ത്യാക്ഷരപ്രാസം ഇനി പറഞ്ഞു തരണ സാറ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒന്ന് പറഞ്ഞാ അവിടെ ഇരുന്നിട്ട്. രണ്ടു വരികളിലെ ഏറ്റവും അവസാനത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് അന്ത്യാക്ഷരപ്രാസം. ഒന്നും കൂടി പറഞ്ഞേ. രണ്ടു വരികളിലെ ഏറ്റവും അവസാനത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് അന്ത്യാക്ഷരപ്രാസം. യെസ്, ഇവിടെ നോക്കാം. പഠിക്കുന്നു എന്നതിൽ നു എന്ന് പറയുന്നതും സാധിക്കുന്നു എന്നതിൽ നു എന്ന് പറയുന്നതും ഒരുപോലെ വരുന്നതിനാൽ ഈ വരികളിൽ എന്തുണ്ട് മക്കളെ? അന്ത്യാക്ഷരപ്രാസമുണ്ട്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് കിട്ടിയ. അപ്പൊ രണ്ട് സവിശേഷതകൾ എഴുതാൻ പറഞ്ഞു. ഒന്നാമത്തെ സവിശേഷത ദ്വിതീയാക്ഷരപ്രാസം, രണ്ടാമത്തെ സവിശേഷത എന്താണ്? അന്ത്യാക്ഷരപ്രാസം. ക്ലിയർ ആയ? പഠിച്ച? അപ്പോ ഇനി പ്രാസങ്ങൾ തെറ്റിക്കരിക്കോട്ടാ. രണ്ട് വരികൾ തന്നിട്ട് അതിലെ സവിശേഷതകൾ എഴുതാൻ പറഞ്ഞാൽ ആദ്യം എന്റെ മക്കൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? അന്ത്യാക്ഷരപ്രാസമുണ്ടോ, ദ്വിതീയാക്ഷരപ്രാസമുണ്ടോ, ആദ്യാക്ഷരപ്രാസമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ടാ. യെസ്. അപ്പോ രണ്ട് വരികൾ തന്നു കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുപോലെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആദ്യാക്ഷരപ്രാസം. രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ദ്വിതീയാക്ഷരപ്രാസം. ഏറ്റവും അവസാനത്തെ അക്ഷരങ്ങളാണ് ഒരുപോലെ വരുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അന്ത്യാക്ഷരപ്രാസം. അപ്പോൾ 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും നമ്മൾ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തു. സെറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഉത്തരം തുടക്കം ഇട്ട് തന്ന നമ്മുടെ മാധവിനുള്ള മുട്ടായി നമുക്ക് കൊടുക്കണ്ട നമുക്ക്? യെസ്, മാധവനെ പിടിച്ചടാ, നീ എന്നെ ഞെട്ടിച്ചുട്ടാ. യെസ്, ഓക്കെ, മാധവൻ ഞെട്ടിച്ചു. യെസ്, ഓക്കെ. അപ്പൊ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ. നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിച്ചു നിങ്ങളുടെ എല്ലാം പഠിച്ചു കഴിഞ്ഞാ. അപ്പൊ നിങ്ങൾ വെറുതെ പറഞ്ഞല്ല, എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചിട്ടാണ് ഇരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ 12ാമത്തെ 2 മാർക്കിന്റെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. രണ്ടാം ബാല്യം ഇമ്പമായി നുണച്ചിരിക്കുമ്പോൾ ബഷീർ എന്ന വലിയ ഒന്ന്. ബഷീർ തന്റെ രണ്ടാം ബാല്യം എങ്ങനെയെല്ലാം ആസ്വദിക്കുന്നു എന്നാണ് ഈ കവിതാഭാഗത്ത് കവി പറയുന്നത്. രണ്ടാം ബാല്യം എന്താ? ഈ രണ്ടാം ബാല്യം നമുക്ക് എല്ലാവർക്കും രണ്ടാം ബാല്യം ഉണ്ടാവും. ഞാനിപ്പോ ബാല്യത്തിലാ, ചെറിയ കുട്ടിയിലെ. അപ്പൊ എന്റെ രണ്ടാം ബാല്യം എപ്പോഴാവൂനി? സാറിന്റെ രണ്ടാം ബാല്യം 2 വയസ്സ് കഴിഞ്ഞാവെന്ന് പറയും. മുതുകളവനായി തുടങ്ങിയെന്നാണ് പറയണത്. ഓക്കെ, 2 ബാല്യം, അതായത് ഇങ്ങനെ പറയും, നമ്മുടെ ചെറുപ്പത്തിലുള്ള നമ്മുടെ ബാല്യകാലം ഉണ്ടല്ലോ, അതിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്തെന്ന് പറയും? വയസ്സായി പോകുമ്പോ. അതായത് ഇങ്ങനെ വയസ്സായി നമ്മൾ പോവില്ലേ, വാർദ്ധക്യത്തിലേക്ക് പോവില്ലേ? ആ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ എന്തു പറയാറുണ്ട്? നിങ്ങൾ എവിടേക്ക് പോവാന്ന്? നമ്മുടെ രണ്ടാം ബാല്യത്തിലേക്കാണ് പോകുന്നത്. അതായത് ചെറിയ കുട്ടികളെ നമ്മൾ എങ്ങനെ നോക്കാ? അമ്മോട് അച്ഛനോടൊക്കെ ചോദിച്ചു നോക്കാം. ഞാൻ എന്റെ ബാല്യകാലത്ത് എന്റെ ചെറുപ്പത്തിലേ ഇപ്പോഴും ഉണ്ടാവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അവരാവും ചെയ്തു തരുന്നുണ്ടാവാം അല്ലേ? ഇങ്ങനെ ഭക്ഷണം നമ്മൾ വാരി കഴിക്കൂല, അപ്പോ അമ്മ വാരിത്തരും. എനിക്ക് ഇപ്പോഴും വാരിത്തരും ഉണ്ടാവും, അത് വേറെ കാര്യം. അതാ ഞാൻ പറഞ്ഞ, ഞാൻ ചെറിയ കുട്ടിയാ, ഇപ്പോഴും വാരിത്തരും. അപ്പൊ അങ്ങനെ ഒരാളുടെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ചെറുപ്പത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവുക അല്ലെ? അതുപോലെ തന്നെ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴും ഒരാളുടെ സഹായത്തിലേക്ക് പോകണം, ഒരാളുടെ സഹായം വേണ്ടി വരും. നിങ്ങളുടെ വീട്ടിൽ വയസ്സായ മുത്തച്ഛന്മാരോ മുത്തച്ഛകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അറിയാം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മള് കുറെ ആൾക്കാർക്കൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ അങ്ങനെ രണ്ടാം ബാല്യമാണ് ബഷീർ അനുഭവിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കാം? ചെറിയ കുട്ടിയെ പോലെ പെരുമാറുന്നു,
ചെറിയ കുട്ടിയെ പോലെ ചിന്തിക്കുന്നു, ചെറിയ കുട്ടിയെ പോലെയുള്ള പരിഗണന ആഗ്രഹിക്കുന്നു. അല്ലേ? മറ്റുള്ളവരിൽ നിന്ന് ചെറിയ കുട്ടിയെ പോലെയുള്ള പരിഗണന ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ബഷീർ തൻ്റെ രണ്ടാം ബാല്യം എന്ത് ചെയ്യുന്നത്, അവിടെ കൊണ്ടുപോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവർക്ക് ചെറിയൊരു ബ്രേക്ക് തരാനുള്ള സമയമായിട്ടുണ്ട്. എത്ര മിനിറ്റ് കൊടുക്കാറ് സാറേ? 10 മിനിറ്റ് ആണ്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ 2 സെക്ഷൻ നമ്മൾ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 4 മാർക്കിന്റെയും 6 മാർക്കിന്റെയും ചോദ്യങ്ങളിലേക്ക് കൂടി കടക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് എൻ്റെ കുഞ്ഞു മക്കൾ എല്ലാവരും ബ്രേക്ക് എടുത്തിട്ട് വേഗം ഓടി വന്നോളൂ കേട്ടോ. എനിക്ക് നിങ്ങൾ എല്ലാവരും കാണണം കേട്ടാ. അപ്പൊ വേഗം ഓടി വന്നോളൂ സാറിൻ്റെ അടുത്തേക്ക്. അപ്പോ 10 മിനിറ്റ് കഴിഞ്ഞ് കാണാം. ഓക്കെ മക്കളെ, വേഗം ഇങ്ങോട്ട് തിരിച്ചു വന്നേ. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വേഗം ഓടി വന്നിട്ട് എൻ്റെ എല്ലാ മക്കളും ഞാനും എത്തി സാറിന് അല്ലേ? ഓക്കെ, യെസ്, ഓക്കെ, വേഗം വാ, ഓടി വാ, ഓടി വാ, ഓടി വാ. വേഗം വന്ന് വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് വേഗം ഇരിക്കാം. ഇതേ മുട്ടായിക്ക് വാങ്ങി കൊണ്ടുവന്നിട്ട് കേട്ടോ. വേറെ മുട്ടായി അയക്കണത്. ഇനി സെപ്പറേറ്റ് മുട്ടായികളൊക്കെ ഉണ്ട്, വേറെ ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ വേഗം വന്ന് എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും വേഗം തന്നെ എന്ത് ചെയ്യാം, വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ടിരിക്കാം. അപ്പൊ നമ്മൾ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഈ 2 സെക്ഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് 4 മാർക്കിന്റെ ചോദ്യത്തിലേക്കാണ്. 4 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് വേഗം പോവാം. 13 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് 13, 14, 15, 16, 17, 18 6 ചോദ്യങ്ങൾ അല്ലേ? 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. അരപ്പുറം എന്നാ പറഞ്ഞുള്ളത് കേട്ടോ. 4 മാർക്ക് വീതമാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങു ഭിന്ന ഞാൻ നോക്കി നിൽപ്പു. പുതുവർഷം എന്ന കവിതയിൽ കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹിക അവസ്ഥകളെ കുറിച്ച് കവയിത്രി വ്യാകുലതപ്പെടുന്നുണ്ടോ? വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക. വിലയിരുത്തി എഴുതാനാണ് പറഞ്ഞത്. അതായത് ഓണവും പൂവും മറന്ന മലയാള നാടിന്നു ഭിന്ന ഞാൻ നോക്കി നിൽപ്പു. ഓക്കെ, അപ്പോ പുതുവർഷം എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ കവിയത്രി ഇന്നത്തെ കേരളത്തിന്റെ സാമൂഹിക സ്ഥിതികളെ കുറിച്ച് എന്ത് ചെയ്യേണ്ടെന്ന് വ്യാകുലതപ്പെടുന്നുണ്ടോ? ഒന്ന് വേഗം ഓടി വന്നിട്ട് പറഞ്ഞെന്ന് സാറിന് ഒരു വിലയിരുത്തൽ ഒന്ന് കുറിപ്പൊന്ന് തയ്യാറാക്കി തന്നെ. ആരാണ് വായോ കൃഷ്ണദേവേ മോനെ, ചോദ്യം കേട്ടിരുന്ന? യെസ്. അപ്പോ പുതുവർഷം എന്ന് പറഞ്ഞ കവിതയിൽ കവിയത്രിക്ക് എന്തെങ്കിലും കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ പറ്റിയിട്ട് വല്ല സാമൂഹിക അവസ്ഥയെ പറ്റി എന്തെങ്കിലും വ്യാകുലതപ്പെടൽ ഉണ്ടാ? ഉണ്ട് അല്ലേ? എന്തൊക്കെയാണത്? പറഞ്ഞു. ഒന്ന്, യെസ്, അതൊരു നല്ലൊരു പോയിന്റ് ആയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാവരും പൂക്കളം ഒരുക്കുമ്പോൾ അതിനൊരു തനിമയുണ്ടായിരുന്നു, കേരളീയ തനിമയുണ്ടായിരുന്നു അല്ലേ? കാരണം എന്താണ്, നമ്മുടെ തൊടിയില് നമ്മുടെ പറമ്പിലുള്ള പൂക്കളൊക്കെ പറിച്ച് വെച്ചിട്ടാണ് നമ്മൾ പൂക്കളിടാറ്. ഇന്നിപ്പോ നമ്മൾ പുറമേ നിന്ന് അത് ആശ്രയിക്കേണ്ടിയിരിക്കുകയാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്നിപ്പോ പൂക്കളിടാൻ പോലും മടിയാണ് നമുക്ക്. പല ആൾക്കാർക്ക് ചാണകമൊക്കെ മെഴുകി പൂക്കളിടാറുണ്ടാ വീട്ടില്? യെസ്, പൂക്കളിടാറുണ്ട്. ചാണകമൊക്കെ മെഴുകിയിട്ടിടാറുണ്ടാ? യെസ്, കുറെ ആൾക്കാർക്ക് ഇടാറുണ്ട്. കുറെ ആൾക്കാർ ഡോണ്ടു അവിടേക്ക് വേണ്ട അങ്ങനെ അല്ലേ? പണ്ട് കാലഘട്ടത്തിൽ ചാണകമൊക്കെ മെഴുകിയിട്ടാണ് എന്ത് ചെയ്യാ യെസ്, അതാണ് ഇപ്പൊ തനിയെ മെഴുകുന്നു അല്ലേ? അപ്പൊ ഇപ്പൊ ഒരു കാര്യം കൂടി സാർ ഇപ്പൊ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തുനിന്ന് പൂക്കൾ വാങ്ങണമെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പൊ പൂക്കൾ ഇടാൻ പോലും എന്താണ്, പൂക്കൾ ഇടാൻ പോലും മടിയാ. അപ്പോ ഇപ്പൊ മറ്റേ നമ്മുടെ ചവിട്ടികളില്ലേ, ചവിട്ടി രൂപത്തില് എന്ത് വന്നു, പൂക്കളം വന്നു.
അതായത് പൂക്കളം ചവിട്ടി രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീടിന്റെ മുമ്പിൽ ഓരോ ദിവസം ഇങ്ങനെ 10 ദിവസം ഇങ്ങനെ ഇടാം. ട്രെൻഡായിരുന്നു, റീൽസ് ഒക്കെ ഉണ്ടായിരുന്നില്ല ഓണക്കാലത്ത്. റീൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സാറ് കണ്ടിരുന്നത്. കാഞ്ചനയില് ആർക്കും മെനക്കെടാൻ വയ്യ, എല്ലാവരും ഫോണിലല്ലേ അല്ലേ? അത് പറഞ്ഞപ്പോഴാണ് എന്റെ ഫോൺ എവിടെ പോയി സാറേ? അവിടെ ഉണ്ട്. ഓക്കെ, എല്ലാവരും ഫോണിലാണ്, ഫോണിലേക്കാണ് എല്ലാവരും എന്ത് ചിന്ത അല്ലേ? യെസ്. അപ്പോൾ ഇപ്പൊ മാറുന്ന കാലഘട്ടത്തിനെ അനുസരിച്ചിട്ട് നമുക്ക് കവിയത്രിക്ക് നല്ല രീതിയിൽ തന്നെ എന്തൊരു വ്യാകുലപ്പെടലുണ്ട്. അതിന്റെ ഒരു തുറന്നുകാട്ടിലാണ് ഈ ഓണം തന്നെ അല്ലേ? യെസ്. അപ്പൊ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണദേവാണ് അല്ലേ? കൃഷ്ണദേവാണ്. അപ്പൊ കൃഷ്ണദേവ് നമുക്ക് ഇതേ അടിപൊളിയായിട്ട് നമുക്ക് അതിന്റെ ഉത്തരവൊക്കെയും പറഞ്ഞു തന്നു കേട്ടാ. യെസ്. ഓക്കെ, അപ്പൊ ഇതേ കുറച്ച് കാര്യങ്ങൾ കൂടി സാറ് എന്ത് ചെയ്തു തരാം, അതിലേക്ക് ഒന്ന് ഏഡ് ചെയ്ത് തരാം. ഓക്കെ, എന്നിട്ട് വിട്ടായി തന്നാ മതിയില്ലേ? യെസ്. ഓക്കെ. അപ്പോ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ചുറ്റിലും സംഭവിക്കുന്നുണ്ട് അല്ലെ? ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ചുറ്റിലും സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം അവരുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ഓണം എങ്ങനെയായിരുന്നു എന്ന്. ഒരു കൂട്ടായ്മയായിരുന്നു, എല്ലാവരും ഒരുമിച്ച്, എല്ലാവരും സന്തോഷിച്ച്, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ പാകം ചെയ്യും വീട്ടിലൊക്കെ ആണെങ്കിൽ. പിന്നെ അടുത്തുപുറത്തുള്ള ആൾക്കാർക്കും കൂടി ഒരുമിച്ച് കളികളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരുപാട് ഊഞ്ഞാലാട്ടം ഉണ്ടായിരിക്കും, എല്ലാവരും കൂടി തിരുവാതിരക്കളി ഉണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഒരു വലിയൊരു ആഘോഷമായിട്ട് കണ്ടിരുന്നിരുന്ന ആ ഓണത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താണ്, ചില ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഭൂരിഭാഗം ആളുകളും നമ്മളിലേക്ക് മാത്രം ഒന്ന് ചുരുങ്ങി നോക്കി നോക്കിയും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പുറമേ പോകുന്നതിന് പകരമായിട്ട് നമ്മുടെ വീടുകളിൽ ഇരുന്ന് ഒന്നെങ്കിൽ ഫോണിൽ അല്ലെങ്കിൽ ടിവിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചാനലുകൾ മാറ്റാനായിരിക്കും നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കുക അല്ലേ? ഏത് ചാനലിലാണ് പുതിയ പരിപാടികൾ, രസകരമായിട്ട് പരിപാടികൾ നോക്കി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോ കേരളീയ തനിമ ഉണർത്തുന്ന ഓണത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഓണസങ്കല്പത്തിൽ നിന്നും ഒരുപാട് മാറുന്ന തലമുറയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ മാറ്റം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത രീതികളിലും ശൈലിയിലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭൂപ്രകൃതിയിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ്. അപ്പോ ആ ഒരു വ്യാകുലപ്പെടൽ, സാമൂഹിക അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള വ്യാകുലപ്പെടൽ പുതുവർഷം എന്ന് പറഞ്ഞ കവിതയിൽ ഉടനീളം കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വിലയിരുത്തൽ കുറിപ്പാണ് എന്ത് ചെയ്യേണ്ടത്, എൻ്റെ മക്കളെ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ 4 മാർക്കിന്റെയാണ്, അരപ്പുറത്തിലാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. നല്ല രീതിയിൽ തന്നെ അതിന് ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. യെസ്. അപ്പൊ നമ്മുടെ കൃഷ്ണദേവിനുള്ള മുട്ടായിയാണ്, കൃഷ്ണദേവിനുള്ള മുട്ടായിയാണ് ഇനി സാറ് കൊടുക്കാനായിട്ട് പോകുന്നത്. യെസ് 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 യെസ്. ഓക്കെ. അപ്പൊ കൃഷ്ണദേവനും നമ്മുടെ 13ാമത്തെ ചോദ്യത്തിലുള്ള ഉത്തരം പറഞ്ഞ കൃഷ്ണദേവനുള്ള മുട്ടായും അവിടെ എത്തിയിട്ടുണ്ട്. 14ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഇക്കാര്യം മാർക്കില്ല വാങ്ങിച്ചത്. ജനകീയ കവിയായ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കൃതികളിലൂടെ സാമൂഹിക വിമർശനമാണ് ലക്ഷ്യം വെച്ചത്. സാർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സാർ മുമ്പ് പറഞ്ഞില്ലേ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറഞ്ഞപ്പോ? അതായത് ജനകീയ കവിയാണ് അദ്ദേഹം തുള്ളൽ കൃതികളിലൂടെ എന്താണ് സാമൂഹികമായിട്ടുള്ളൊരു വിമർശനമാണ് മുന്നോട്ട് വെക്കുന്നത്. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന പാഠഭാഗത്തിലെ മറ്റു വരികൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ പ്രസ്താവന പരിശോധിക്കുക. അദ്ദേഹത്തിന്റെ ഈ കവിത ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ആ തുള്ളൽ കവിതയിൽ പ്രധാനമായിട്ട് എന്താ പറയുന്നേ, മനുഷ്യന്റെ ആർത്തിയില്ലേ, കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്നത്. അതായത് കാശ് കിട്ടുന്ന അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറാണ്, അങ്ങനെ പറയണേ. അതായത് കാശ് കിട്ടുന്ന അറിയാണെങ്കിൽ 18 കാതം നടന്ന് അങ്ങോട്ട് പോവാനും അവർ തയ്യാറാന്നുള്ള അങ്ങനെയല്ലേ പറയണേ. അതാണ് ആർത്തി മൂത്ത് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്. ഇന്ന് നമുക്കൊരു 10 രൂപ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്രാർത്ഥന എന്തായിരിക്കും, എനിക്കൊരു 10 രൂപ വേണം. 10 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്തായിരിക്കും, അതൊന്ന് 100 കിട്ടിയിരുന്നെങ്കിൽ 100 കിട്ടിയ എന്തായിരിക്കും, 1000 ആയാലാ, 1000 കിട്ടിയാലാ 1 ലക്ഷം, 1 കോടി, എന്റെ ദൈവമേ. അങ്ങനെയുള്ള മോഹങ്ങള്, അതിയായിട്ടുള്ള ആർത്തിയൊക്കെയാണ് മനുഷ്യനുള്ളത്. എല്ലാവരും ഉള്ളിലുണ്ടത്. ചിലർക്ക് അത് കൂടും, ചിലർക്ക് അത് കുറയും. എല്ലാവരും ഉള്ളിൽ ഈ സംഭവം ഉണ്ട്. അങ്ങനെ പക്ഷെ ഇത് കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വിമർശനാത്മകമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. ഈ വരികൾ തന്നെ നോക്കി, കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഇക്കാര്യം മാർക്കില്ല വാങ്ങിച്ചതെന്ന് പറയാം.
നമ്മള് വാർത്തയ്ക്കും കണ്ടിട്ടുണ്ടായിരിക്കും, വാർത്തയിലേക്കും കാണാറുണ്ടായിരിക്കും. സാർ ഇങ്ങനെ ന്യൂസ് വായിക്കാനായിട്ട് പോണ സമയത്ത് ഇങ്ങനെ വായിക്കുന്ന ന്യൂസുകളിലൊക്കെ ഉണ്ടായിരിക്കും എന്ത്, ഇങ്ങനെ കൈക്കൂലി കേസിൽ പിടിച്ച ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ ന്യൂസ് വായിക്കാറുണ്ട്. അതായത് കിട്ടുന്ന ശമ്പളത്തിന് പുറമെ ആളുകളിൽ നിന്ന് എന്ത് കിമ്പളം എന്ന് പറയില്ലേ, അതുപോലെ ഇപ്പൊ ഒരു കുറച്ച് കാശ് കിട്ടുന്നുണ്ടായിരിക്കും ശമ്പളം, പക്ഷെ അതിന് പുറമെ എന്താണ് കിമ്പളമായിട്ട് ആൾക്കാരിൽ നിന്നിട്ട് എന്ത് കൈക്കൂലി വാങ്ങുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടിയത് പോരാ ഇനിയും വേണം എന്നുള്ള തോന്നലാണ്, അങ്ങനെയുള്ള ഒരു അത്യാർത്ഥിയാണ് ആ മനുഷ്യരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ മക്കളെ? അപ്പോ അങ്ങനെയുള്ള ദുഷ്പ്രവർത്തികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകളെ വിമർശന വിധേയമാക്കുകയാണ് ആരുടെ ലക്ഷ്യം? കുഞ്ചൻ നമ്പ്യാരുടെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ ഏതൊരു കൃതി എടുത്ത് നോക്കുകയാണെങ്കിലും അത്തരത്തിൽ ആർത്തിയും അതിമോഹവും ഒക്കെ വെച്ച് ദുർനടപ്പ് നടക്കുന്ന മനുഷ്യരെ വിമർശനാത്മകമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയും കാര്യങ്ങളാണ് പറയുന്നത് എന്നതിനൊക്കെ കുറിച്ച് പറഞ്ഞ് എന്ത് ചെയ്യാം, ഒരു പുറത്തിലേക്ക് ഉത്തരം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് നമുക്ക് അവിടേക്ക് കിട്ടുണ്ടാ. യെസ്, ഓക്കെ. അപ്പൊ ദേ അടുത്തയിലേക്ക് പോവാണ്. പുതിയ കുപ്പായം ഇട്ടിട്ട് കരുപ്പറമ്പിലെ കല്യാണത്തിൽ പങ്കെടുത്ത MT വാസുദേവൻ നായരുടെ ബാല്യകാല അനുഭവമാണല്ലോ കുപ്പായം എന്ന കഥ. കഥാകൃത്തിന് ഏറെ സന്തോഷവും ആത്മവിശ്വാസവും നൽകിയ ആ അനുഭവം പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക. കത്തെഴുതാൻ അറിയോ? കത്തെഴുതാറുണ്ടോ നിങ്ങള്? കത്തെഴുതാറുണ്ടോ? ആരും അങ്ങനെ കത്തെഴുതിയിട്ട് കാണുന്നില്ല. കത്തെഴുതാറുണ്ടോന്ന് സാർ ഇതുപോലെ തന്നെ ഒരു ക്ലാസ്സിൽ ചോദിച്ചപ്പോഴേ ഇങ്ങനെ കാണിച്ച്, ഇതുണ്ടല്ലോ സാറേന്ന്, ഫോൺ ഉണ്ടല്ലോ മെസ്സേജ് ചെയ്യാം, പിന്നെ എന്തിനാണ് കത്തെഴുതുന്നതെന്ന് ചോദിക്കണേ. പക്ഷെ നമുക്ക് പഠിക്കാനായിട്ട് കത്തെഴുതാനൊക്കെ വരും, പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ കത്തെഴുതാനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എഴുതാനല്ലേ. അപ്പൊ അതിന്റെ ഫോർമാറ്റ് ഒക്കെ അറിയോ? 2 തരത്തിലുണ്ട് കത്ത് എന്നുള്ള കാര്യം അറിഞ്ഞൂടെ? 2 തരത്തിലുണ്ട് കത്ത്. ഏതൊക്കെയാ കത്തുകൾ ഒന്ന് പറഞ്ഞു തന്നെ. പൂർണ്ണശ്രീ. യെസ്, പൂർണ്ണശ്രീ. ഞെട്ടി, പൂർണ്ണന്ന് കേട്ടപ്പോഴും ഞെട്ടി, ഞാൻ തന്നെയല്ലേ അത്. എന്താണത്, എന്നെ വെട്ടുന്നാണോ? ഗുഡ് ഈവനിങ്. ഓക്കെ, ഞാൻ വെച്ച സൗണ്ട് ഇനി പുറത്തേക്ക് വരാണ്ടാണോ നോക്കിയാ, അതിന് ഗുഡ് ഈവനിങ് ഇട്ട് നോക്കിയ. കത്ത് എഴുതാറുണ്ടാ? ഇല്ല. അങ്ങനെയൊക്കെ ചോദിച്ചാ കത്ത് എഴുതാറില്ല. ഓക്കെ, കത്ത് മീൻസ് കത്ത് 2 തരത്തിലുണ്ടെന്ന് അറിയോ? ഇല്ല. ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞു തരാം, കുഴപ്പമില്ല. ഇന്നത്തെ കുട്ടികൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെയും പറഞ്ഞിട്ട് കാര്യമില്ല, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. കത്ത് നമ്മളിപ്പോൾ അധികം യൂസ് ചെയ്യണില്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് കത്ത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, 2 തരത്തിലാണ് കത്തുള്ളത്. മോളെ പൂർണ്ണശ്രീയെ നോക്കാട്ടാ. യെസ്, ഓക്കെ. 2 തരത്തിലാണ് കത്തുകളുള്ളത്. ഔപചാരികമായിട്ടുള്ള കത്തുമുണ്ട്, അനൗപചാരികമായിട്ടുള്ള കത്തുണ്ട്. എന്തൊക്കെയാണ്? ഫോർമലും ഇൻഫോർമലും. ഫോർമൽ കത്തുകളുണ്ട്, ഫോർമൽ ലെറ്റർ ഉണ്ട്, ഇൻഫോർമൽ ലെറ്റർ ഉണ്ട്. അതില് ഫോർമൽ ആയിട്ടുള്ള ലെറ്റർ, നമ്മൾ ഔപചാരികമായിട്ടുള്ള ലെറ്റർ നമ്മൾ എങ്ങോട്ട് എഴുതാ? ഇപ്പൊ പ്രിൻസിപ്പളിന് എഴുതുന്ന കത്ത്, അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് എഴുതുന്ന കത്ത്, അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് എഴുതുന്ന കത്ത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എഴുതുന്ന കത്ത്, അങ്ങനെ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് എഴുതുന്ന കത്തുകളാണ് എന്ത്? ഫോർമൽ കത്തുകൾ, ഫോർമൽ ലെറ്റേഴ്സ്. ഓക്കെ, ഔപചാരികമായിട്ടുള്ള ലെറ്റർ. അത് പ്രേഷിത, സ്വീകർത്താവ്, വിഷയം, ഫ്രം ടു വെക്കില് നമ്മള് അതുപോലെ പ്രേഷിത, സ്വീകർത്താവ്, വിഷയം, അങ്ങനെയാണ് നമ്മൾ അത് എഴുതി പോകുന്നത്. മറ്റൊരു കത്താണ് എന്ത്? അനൗപചാരിക കത്ത്. അനൗപചാരികമായിട്ട് എഴുതുന്ന കത്താണ് നമ്മുടെ കൂട്ടുകാരന്മാർക്ക്, കൂട്ടുകാരികൾക്കൊക്കെ എഴുതുന്ന കത്തുകൾ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ എഴുതുന്ന കത്തുകൾ. അതിൽ ഈ പ്രേഷിതം പ്രേഷിതാന്നും നമ്മൾ വെക്കില്ല. എന്താ? പ്രിയപ്പെട്ട അമ്മു അങ്ങനെ വെച്ചിട്ട് ഒരു കോമ ഇട്ടിട്ട് അടിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി പോവാണ് ചെയ്യുക. അല്ലെങ്കിൽ പ്രിയപ്പെട്ട അപ്പു എന്നൊക്കെ എഴുതിയിട്ട് ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങൾ എഴുതി പോവാം. അങ്ങനെയാണ് കത്ത് എഴുതുന്നത്. അപ്പോൾ എഴുതുമ്പോൾ ഒരു സംബോധന കൊടുക്കണം. പ്രിയപ്പെട്ട ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ പേര് കൊടുക്കുക, എന്നിട്ട് കോമ ഇടുക, അടിയിൽ എന്ത് ചെയ്യുക? അടിയിൽ പാരഗ്രാഫ് തിരിച്ചിട്ട് നിനക്ക് അവിടെ സുഖമാണെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ എഴുതിയതിനു ശേഷം ഏറ്റവും അടിയിൽ എന്ത് ചെയ്യുക? സ്നേഹപൂർവം നമ്മുടെ പേര് എഴുതാം. കേട്ടാ? മുകളിൽ തീയതി എഴുതണം, തീയതി എഴുതാം. ഓക്കെ, അങ്ങനെയാണ് കത്തെഴുതി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, പുതിയ കുപ്പായമിട്ട് കരുപ്പറമ്പിലെ കല്യാണത്തിൽ പങ്കെടുത്ത MT വാസുദേവൻ നായരുടെ ബാല്യകാല അനുഭവമാണല്ലോ കുപ്പായം എന്ന കഥ.
കഥാകൃത്തിന് ഏറെ സന്തോഷവും ആത്മവിശ്വാസവും നൽകിയ അനുഭവം പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക. നമ്മളോട് എന്ത് ചെയ്യാനായിട്ട് പറഞ്ഞേ? നമ്മളോട് എന്ത് പറയണേ? നമ്മുടെ കൂട്ടുകാരനെ അയക്കാനാ പറഞ്ഞത്. അപ്പൊ ഒരാൾ ഓടി വന്നിട്ട് എന്തൊക്കെയും അതിൽ എഴുതുന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു തന്നെ. ആ കത്തില് ഞാനാണ് ഇപ്പൊ ആ കത്ത് എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളാണ് ആ കത്ത് എഴുതുന്നതെങ്കിൽ എന്തൊക്കെയാണ് ആ കത്തിൽ നിങ്ങൾ എഴുതുക? മാധവ്, എന്തൊക്കെ ആ ഗുഡ് ഈവനിങ് മോനെ, എന്തൊക്കെ എഴുതാ അതില്? തീയതി സ്ഥലമൊക്കെ എഴുതി വെച്ചു. നമ്മൾ അതിൽ ഇത് എഴുതിയാൽ മതി. മീൻസ് സാറ് ചോദിക്കേണ്ടത് കത്തിന്റെ ആ കണ്ടന്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ട കൂട്ടുകാരാ. കണ്ടന്റിൽ എന്തൊക്കെ എഴുതും നമ്മള്? ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് കുപ്പായം എന്ന് പറഞ്ഞ പാഠഭാഗല്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നു അല്ലേ? ഓക്കെ, യെസ്. അതായത് അങ്ങനെ കുപ്പായം ഇടുന്നതിന് മുമ്പുള്ള സന്തോഷം അറിയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മുടെ ചോദ്യമായിരുന്നു കഥാകൃത്തിന് ഏറെ സന്തോഷവും ആത്മവിശ്വാസവും നൽകിയ ആ അനുഭവം പങ്കുവെച്ചുകൊണ്ട്, അതായത് ആ ഡ്രസ് ഇട്ട് പോയതിന് ശേഷമുള്ള അനുഭവം. അതാണ് മറ്റുള്ളവരെല്ലാവരും അദ്ദേഹത്തിന് നോക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുഭൂതി ഉണ്ടല്ലോ, ആ സന്തോഷം അറിയിക്കണം. അപ്പൊ എങ്ങനെയായിരിക്കും എഴുതാ? പറയൂ. യെസ്, പറഞ്ഞ മോനെ. ഇന്ന് ഞാൻ ആ കല്യാണത്തിന് പോയിരുന്നു. അന്ന് എന്നെ പരിഹസിച്ച മിക്ക കുട്ടികളും എന്നെ കണ്ട് ഞെട്ടുകയും ചെയ്തു. അതിന് കാരണം എന്തായിരുന്നു എന്ന് പറയാം. ഇങ്ങനെ പറയാം, അതിന് കാരണം ഞാൻ പുതിയ കുപ്പായം ഇട്ടിട്ടാണ് കല്യാണത്തിന് ചെന്നത്, അല്ലെ? ഞാൻ പുതിയ കുപ്പായം ഇട്ടിട്ടാണ് കല്യാണത്തിന് ചെന്നത്. അത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കി എന്നൊക്കെയും പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? അവനൊരു കത്ത് എഴുതാം കേട്ടാ. യെസ്. അപ്പൊ ദേ മാധവ് നമുക്ക് ആ കത്ത് അടിപൊളിയായിട്ട് അതിന്റെ ഉള്ളിൽ എഴുതേണ്ട കണ്ടന്റ് ഒക്കെ പറഞ്ഞു തന്നു. നമ്മുടെ കൂട്ടുകാരൻ എഴുതേണ്ട കത്തായതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരന് എന്ന് പറഞ്ഞ് സംബോധന നൽകി കോമ ഇട്ടിട്ട് അടിയിലേക്ക് എന്ത് ചെയ്യണം? സാറ് ഒന്ന് വെറുതെ സാർ ഇതൊന്നും മാറ്റി. പ്രിയപ്പെട്ട ഇപ്പൊ അപ്പു എന്നാന്ന് വിചാരിക്കുക. അപ്പൊ അപ്പു അല്ലെങ്കിൽ അപ്പുവിന് എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു കോമ ഇടാം. ഓക്കെ, കോമ ഇട്ടിട്ട് ഇവിടെ നിന്ന് എഴുതി കൊടുക്കാം. എന്താണ്? ആദ്യം അവന്റെ സുഖവിവരം ചോദിക്കുക. നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക? കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. ഏറ്റവും അവസാനം ഇവിടെ സ്നേഹപൂർവം പേരെഴുതാം കേട്ടാ. ഓക്കെ, ആ രീതിയിലേക്കാണ് അവസാനിപ്പിക്കേണ്ടത്. സാധാരണ രീതിയിൽ ഈ ഒരു ലെറ്റർ ആവുമ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക? ഡേറ്റ് കൊടുക്കുക. ഇവിടെ ഡേറ്റ് എഴുതണ്ട. ഡേറ്റ് എന്ന് എഴുതി വെക്കായിരിക്കും. ഡേറ്റ് എഴുതുക, ദിവസം എഴുതുക. ഇപ്പൊ ശനിയാണെങ്കിൽ ശനി എന്ന് എഴുതി വെക്കാം. ഓക്കെ, സ്ഥലം ഇവിടെ അടിയിൽ എഴുതിക്കോ. ഇപ്പൊ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം കൂടി ഇവിടെ എഴുതിക്കോ കേട്ടോ. ആ രീതിയിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? ഫോർമാറ്റ് ചെയ്യേണ്ടത് കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സാധാരണ രീതിയിൽ ഇപ്പൊ ചോദിച്ച് കണ്ടത് കാരനാണ് സാർ അത് പറഞ്ഞു തന്നത്. നമുക്ക് 8-7 ക്ലാസ്സിലൊക്കെയാണ് കൂടുതലും ആ ഒരു ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കണ്ട കാരനാണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയത് കേട്ടാ. നിങ്ങൾ 7 കത്തെഴുതാൻ പഠിക്കണില്ലേ? എന്നെ പറ്റിക്കേണ്ടതാണോ? 7 ഞാൻ ക്ലാസ് എടുത്തപ്പോ കത്തെഴുതാൻ പഠിപ്പിക്കണ്ടല്ലോ ഞാൻ. ഓക്കെ, യെസ്. അപ്പോൾ ദേ നമ്മൾ കത്തെഴുതാനായിട്ട് നമ്മൾ പഠിച്ചു. 15ാമത്തെ ചോദ്യം അല്ലേ? 15ാമത്തെ ചോദ്യം അല്ലേ സാർ നമ്മൾ നോക്കിയത്? യെസ്, 15ാമത്തെ ചോദ്യത്തിന് നമ്മൾ കത്തെഴുതി. ഇനി 16ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം.
മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം എന്ന് വിളിക്കുന്നത്? ആണോ? അല്ല അല്ലേ? മനുഷ്യർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയാ? നമുക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയാ? മതിയാ? അല്ല, നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, ഈ മനുഷ്യ വിഭാഗം അല്ലാണ്ട് അല്ലേ? എന്തൊക്കെ ഉണ്ടായിരിക്കും? തവളയുണ്ട്, പാറ്റയുണ്ട്, ഉറുമ്പുണ്ട്, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മാണുക്കളുണ്ട് ഇല്ലേ? ഷഡ്പദങ്ങളുണ്ട്, ഒരുപാട് സസ്യങ്ങളുണ്ട്. അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അല്ലേ? അപ്പൊ ഇവർക്കൊക്കെയും എവിടെ ജീവിക്കണം? നമ്മുടെ ഭൂമിയിൽ ജീവിക്കണം. അല്ലാണ്ട് നമുക്ക് മാത്രമുള്ളതാണോ ഈ ഭൂമി? അല്ല. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞുള്ള ഒരു പാഠഭാഗം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. ആദ്യം ഭൂമിയുടെ അവകാശികൾ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്, അദ്ദേഹം എഴുതിയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. തൻ്റെ വീടിന്, ആളുടെ വീടിന് വെയിലൊന്നും കിട്ടുന്നില്ല. വെയിൽ കിട്ടാതിന്റെ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നതാണ്, എന്തിനാണ് ഈ ഭൂമിയിൽ ഞാൻ അതിർവരമ്പുകൾ വെക്കുന്നത്? എല്ലാ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ എന്തുണ്ട്? അതിന് ജീവിക്കാനുള്ള എന്തുണ്ട്? അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന്റെയും ഇതില് മച്ചുണ്ടല്ലോ, മച്ച് മീൻസ് അറിയോ? ഓട് വീടാവുമ്പോ ഓട് വീടിന്റെ ഇങ്ങനെ മച്ചുണ്ടാവും മുകളില്. അപ്പൊ അത് മുഴുവൻ ചെതല് തിന്നേ. അപ്പൊ ഭാര്യ വന്നിട്ട് പറയും, ചെതലിനുള്ള മരുന്നടിക്കാനായിട്ട് പറയുമ്പോ ബഷീർ പറയുന്നുണ്ട്, ചെതല് തിന്നട്ടെ, അതിനും അവകാശപ്പെട്ടതല്ലേ അത് എന്നാണ് പറയുന്നത്. കേട്ടാ? അത്രത്തോളം തന്റെ ചുറ്റിലുമുള്ള ഓരോ ജീവജാലങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് നോക്കാം, മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ വികസനം വേണം. യെസ്, വികസനം വേണം. കാരണം എന്താ വെച്ചാൽ വികസനം ഉണ്ടെങ്കിലാണ് നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് ഒരുപാട് ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഒപ്പം എന്ത് വേണം? വികസനം വേണം. പക്ഷേ ഈ വികസനം നമുക്ക് വേണ്ടിയുള്ളത് മാത്രമാണോ? അല്ല. വികസനത്തിന്റെ പേര് കാട് മുഴുവൻ നമുക്ക് നശിപ്പിക്കാനായിട്ട് പാടുണ്ടോ? ഒരു വികസനത്തിന്റെ പേരിൽ ഒരു പുഴ നമുക്ക് മണ്ണിട്ട് നികത്താനായിട്ട് പാടുണ്ടോ? ഒരു വികസനത്തിന്റെ പേരിൽ പാടങ്ങൾ മുഴുവൻ നമുക്ക് നികത്താനായിട്ടുള്ള പാടുണ്ടോ? ഇതൊന്നും ചെയ്യാനായിട്ടില്ല. പ്രകൃതിയെയൊക്കെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടായിരിക്കണം എന്ത് ഓരോ വികസനവും. കാരണം എന്താണ്? നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്ത് വേണം നമ്മൾ ജീവിക്കണമെങ്കിൽ? അതെ, ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഭക്ഷണമൊക്കെ പിന്നെയാണ്. നമുക്ക് ഈ നല്ല ശുദ്ധമായിട്ടുള്ള ഈ വായു നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ കഴിഞ്ഞ അവിടെ ഇതെവിടെ നിന്ന് കിട്ടുന്നത്? നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ നമ്മൾ വികസനത്തിന്റെ പേരിൽ കാടും മലയും എല്ലാം ഇങ്ങനെ എന്ത് മുറിച്ചു കളഞ്ഞ് എല്ലാം വെട്ടി നിരപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ലാസ്റ്റ് നമ്മൾ തന്നെ ഒരു പണിയിലാവും അല്ലേ? നമ്മളിങ്ങനെ പറയില്ലേ, അറിഞ്ഞുകൊണ്ട് മരണക്കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എന്ന് പറയും. ആ രീതിയിലേക്കുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ വികസനത്തിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രകൃതിക്ക് ഉണ്ടായ ഒരു കഥയാണ്, ഒരു സന്ദർഭമാണ് ജണ്ടു മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശുദ്ധജലങ്ങൾ ഒഴുകിയിരുന്ന ആ പ്രദേശങ്ങളിൽ മുഴുവൻ രാസമാലിന്യങ്ങൾ അടങ്ങിയ വെള്ളം വന്നതിനെ കുറിച്ചിട്ടൊക്കെയും അല്ലെ, അത് ചത്തുപൊന്തുന്ന മീനുകളെ കുറിച്ചിട്ടൊക്കെയും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? യെസ്. അപ്പൊ കഥയിലെ തവള ശോഭത്തോടെ പറഞ്ഞ ഈ വാക്കുകൾക്ക് ഇക്കാലത്ത് എത്രമാത്രം പ്രസക്തിയുണ്ട്? വികസനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക. എത്രത്തോളം പ്രസക്തമായ വാക്കുകളാണ് ഈ വാക്കുകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രത്തോളം പ്രസക്തമുണ്ട് ഈ വാക്കിന്? ഒന്ന് നോക്കിയേ. സാറ് മുമ്പേ പറഞ്ഞു നോക്കി ഓർത്തെടുക്കുക. വികസനം എന്ന് പറയുന്നത് വേണം, പക്ഷേ മനുഷ്യർ മാത്രമല്ല ഭൂമിയിൽ ജീവിക്കേണ്ടവർ. മനുഷ്യർക്ക് മാത്രമല്ല ഈ ഭൂമി, മനുഷ്യർക്ക് പുറമെ ഒരുപാട് ജീവജാലങ്ങൾക്ക് ജീവിച്ചു തീർക്കാനുള്ള മണ്ണാണ് അല്ലേ നമ്മുടെ ചുറ്റിലുമുള്ളത്. അപ്പൊ അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യതയാണ്. വികസനത്തിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിലുമുള്ള പ്രകൃതിയെയും കൂടി എന്ത് ചെയ്യണം? കൂടെ നിർത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വികസനം വേണം. ആ വികസനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രകൃതിക്ക് ഒരു തരത്തിലും എന്തുണ്ടാവാനായിട്ട് പാടില്ല? ദോഷം വരുത്താനായിട്ട് പാടില്ല എന്ന രീതിയിലേക്ക് അതിന്റെ ഉത്തരം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടാ. ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം വരും.
പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് പ്രകൃതി അനുഭവിക്കുന്ന ദുരന്തം, മനുഷ്യൻ പ്രകൃതിക്ക് അടിച്ചേൽപ്പിക്കുന്ന ദുരിതങ്ങളൊക്കെ ഇല്ലേ, അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു എസ്സേക്കും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഏത് രണ്ടു മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട്. 17ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആൽക്കമിസ്റ്റ് എന്ന വിഖ്യാത നോവലിൽ നിന്നും എടുത്തിട്ടുള്ള എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠത്തിൽ സാന്റിയാഗോ എന്ന ഇടയ ബാലന് ജ്ഞാനിയായ വൃദ്ധൻ സന്തോഷത്തിന്റെ രഹസ്യം പഠിപ്പിച്ചത് എങ്ങനെയെന്ന് വിശദമാക്കുക. എങ്ങനെയാ പഠിപ്പിച്ചു കൊടുത്തേ? എങ്ങനെയാണ് സന്തോഷത്തിന്റെ ആ ഒരു രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് പോകണം അല്ലേ? ഒരു കരണ്ടി കൊടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടല്ലേ, എന്താണ് എണ്ണ ഒഴിച്ചിട്ട് ചുറ്റി കണ്ടുവരാനായിട്ട് പറയുന്നില്ലേ? അപ്പൊ ആദ്യം എന്താ സംഭവിക്കുന്നേ? ഒന്ന് പറഞ്ഞെന്നേ വേഗം വന്നിട്ട്. അദ്വൈത്. അൺമ്യൂട്ട് ചെയ്യോ മോനെ? ആവുന്നില്ല. ഓക്കെ ഓക്കെ, എന്തോ ബുദ്ധിമുട്ടുണ്ട്. ആരാണ്? ഇലൈൻ. യെസ്, ഓക്കെ. ഗുഡ് ഈവനിങ് മോളെ. ഓക്കെ മോളെ, എണ്ണ നിറച്ച കരണ്ടി എന്ന് പറഞ്ഞ പാഠഭാഗം കണ്ടാ, വായിച്ചാ? യെസ്. അപ്പൊ ആദ്യം സന്തോഷത്തിന്റെ രഹസ്യം അറിയാനായിട്ട് പോകുന്ന ആ ഇടയ ബാലന് ഒരു കരണ്ടി കൊടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലേ? എന്നിട്ട് എന്താ പറയുന്നേ? കൊട്ടാരം മുഴുവൻ ചുറ്റി കണ്ടിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോ ആദ്യം എന്താ സംഭവിക്കുന്നത് ചുറ്റി കാണാനായിട്ട് പോകുമ്പോ? യെസ്, അതെ. ആദ്യം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, കൊട്ടാരം ചുറ്റും നോക്കി വരണം. പക്ഷെ എന്തും പോകാൻ പാടില്ല, അതിലെ എണ്ണയൊന്നും പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. അപ്പൊ നമ്മുടെ ഇടയ ബാലൻ ഇങ്ങനെ നോക്കി ആ എണ്ണയ്ക്ക് മാത്രം നോക്കി നടന്ന് അത് മുഴുവനായിട്ട് ചുറ്റി കറങ്ങി വന്നു അല്ലേ? ചുറ്റി കറങ്ങി വന്നപ്പോ നമ്മുടെ ആ ജ്ഞാനി ചോദിച്ചു, എന്താ ചോദിച്ചേ? എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചു. എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചതിന് ഉത്തരം പറയാൻ ആർക്കുണ്ട്? ഇടയബാലന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഈ എണ്ണയിലേക്ക് മാത്രമായിരിക്കുന്നു ആളുടെ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ ചുറ്റിലും എന്തായിരുന്നു പറഞ്ഞില്ല. പിന്നീട് വീണ്ടും വിടുന്നുണ്ട് അല്ലേ? വിടുന്നുണ്ടാ? വിടുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നേ? യെസ്, പിന്നീട് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും വിടുന്നുണ്ട്. അപ്പൊ എണ്ണ നോക്കാതെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെയും കണ്ട് അത് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ കരണ്ടി നോക്കുമ്പോ ആ കരണ്ടിയിൽ എന്തില്ല? എണ്ണ ഒട്ടുമില്ല. യെസ്. അപ്പൊ സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നേ? യെസ്, നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴും എപ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് കാത്തു സൂക്ഷിക്കണം. ആ മൂല്യത്തിലാണ് നമ്മുടെ സന്തോഷം. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷം എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരെയും സന്തോഷത്തിന്റെ കാരണക്കാര് അല്ലേ? നമ്മളെ ദുഃഖം വരുത്താൻ, നമ്മളെ വിഷമിപ്പിക്കാനും നമുക്ക് സന്തോഷം ഉണ്ടാക്കാനും കാരണക്കാരാര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിനോട് നമ്മളിങ്ങനെ പറഞ്ഞ് എത്ര എങ്ങനെ എന്തുണ്ടായാലും ഒരു തരത്തിലും ഞാൻ വിഷമിക്കില്ല, ഞാൻ സന്തോഷിച്ച് പോകുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ. അപ്പോ ചുറ്റിലുമുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യാകുലതപ്പെടാതെ സ്വന്തം മൂല്യത്തെ കുറിച്ച് ചിന്തിച്ച് സ്വന്തം മൂല്യത്തിലേക്ക് എന്ത് ചെയ്യണം? ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകൂ എന്നാണ് ആ ജ്ഞാനിയായ വൃദ്ധൻ ഇടയബാലന് ഉപദേശിച്ച് നൽകുന്നത്. യെസ്. അപ്പൊ ഇതേ നമുക്ക് ഉത്തരം ഇലയിനാണ് നമുക്ക് ഉത്തരം പറഞ്ഞത്. അപ്പൊ ഇലയിനുള്ള മുട്ടായി വേണ്ടേ? യെസ്, മുട്ടായി വേണം. യെസ്, ഓക്കെ. അപ്പൊ ഇലയിനുള്ള മുട്ടായി ദേ പിടിച്ചോ. യെസ്, ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ 17ാമത്തെ ചോദ്യവും നമ്മൾ കണ്ടു. 18ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇല്ല, നിങ്ങൾ മുമ്പിൽ നിൽക്കണം, ഞാൻ പിറകിൽ. എന്റെ കൂട്ടുകാർക്ക് ബോധം തെളിയാതെ ഞാൻ എങ്ങനെ പോകും? തേൻകനി എന്ന നാടകത്തിലെ ഭദ്രന്റെ സംഭാഷണങ്ങളാണ് ഇത്. ഈ സംഭാഷണങ്ങൾ തെളിയുന്ന ജീവിത സന്ദേശം എന്ത്? കുറിപ്പ് തയ്യാറാക്കുക. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇല്ല, നിങ്ങൾ മുമ്പിൽ നിൽക്കണം, ഞാൻ പിറകിൽ. എന്റെ കൂട്ടുകാർക്ക് ബോധം തെളിയാതെ ഞാൻ എങ്ങനെ പോകും?
ഇവിടെ എന്ത് ചിന്തയാ അവിടെ ഉണ്ടാകുന്നേ? എന്ത് ചിന്തയാ അവിടെ ഉണ്ടാകുന്നേ? നിയ ആ മോളെ, കൂട്ടുകാരായിട്ടുള്ള ബന്ധമല്ലേ? അതായത് അവൻ എന്നെ വിശ്വസിച്ചിട്ടായിരിക്കും അവൻ വന്നിട്ടുണ്ടായിരിക്കാം. അവർക്ക് ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് ഓടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആത്മബന്ധത്തിൽ എന്തർത്ഥാണുള്ളത് എന്നുള്ള ഒരു ചിന്തയായിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലേ? അതായത് അവനെന്തെങ്കിലും പറ്റിയാൽ അതിന്റെ വിഷമം അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നൊരു ചിന്തയാണ് ആ കുട്ടിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ ചിന്ത തന്നെയാണ് മറ്റുള്ളവർക്ക് പകരുന്ന ജീവിത സന്ദേശം. നമ്മളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന മനുഷ്യരെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കണം. ഭൂരിഭാഗം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണില്ല, അതാണ് കാണുന്നത്. അതായത് നമ്മളെ സ്നേഹം ഇങ്ങനെ തേടി നടക്കണ്ടായിരിക്കും, പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന, ശരിയായി സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ, മനസ്സിനെ നമ്മൾക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കാതെ അവരെ മുഴുവൻ മാറ്റി നിർത്താനും ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വിശ്വസിക്കുന്ന മനുഷ്യരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മളേതായിട്ട് കണ്ടുകൊണ്ട് അവരോടൊപ്പം നിലയുറച്ച് നിൽക്കണമെന്ന ഒരു ജീവിത സന്ദേശമാണ് തേൻകനി എന്ന നാടകത്തിൽ ഇത് നൽകുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. ആ ഒരു ജീവിത സന്ദേശം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം കേട്ടാ. നമ്മളോടൊപ്പം നിൽക്കുന്ന മനുഷ്യരെ, ആ മനുഷ്യരെ എന്ത് ചെയ്യണം എന്ന് പറയുന്നേ? നമ്മളോടൊപ്പം നമ്മളെ സ്നേഹിച്ചു നിൽക്കുന്ന മനുഷ്യരെ, നമ്മൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന മനുഷ്യരെ എന്നും നമ്മളോടൊപ്പം ഇങ്ങനെ ചേർത്ത് നിർത്തണം. ഞങ്ങൾ ചെയ്യുന്ന പോലെ, ഞങ്ങൾ വിന്നേഴ്സ് ഫാമിലി നിങ്ങളെ എല്ലാവരും ചേർത്ത് നിർത്തിയ പോലെ, മനസ്സിലായ? യെസ്. അപ്പോ അതുപോലെ എല്ലാവരെയും എന്ത് ചെയ്യണം? ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കണം. അങ്ങനെയുള്ള ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞ ജീവിതത്തിൽ നാം പടർത്തേണ്ട ഒരു സന്ദേശമാണ് തേൻകനി എന്ന് പറഞ്ഞ നാടകത്തിൽ നൽകുന്നത്. യെസ്, ഓക്കെ. അപ്പൊ നിയയാണ് നമുക്ക് അതിന് വേണ്ട ഉത്തരം പറഞ്ഞത്. നിയക്കുള്ള മുട്ടായി ദേ പിടിച്ചോ. യെസ്, ഓക്കെ. അപ്പൊ നിയക്കുള്ള മുട്ടായും അവിടെ എത്തി. അപ്പൊ മക്കളെ, 4 മാർക്കിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ അടിപൊളിയായിട്ട് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നതാണ് 6 മാർക്കിന്റെ ചോദ്യം. 6 മാർക്കിന്റെ ചോദ്യം. യെസ്, 19 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾ 2 എണ്ണത്തിനും ഉത്തരം എഴുതണം. 6 മാർക്ക് വീതം ഒരു പുറം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, നോക്കാം. കാടവിടെ മക്കളെ, മേടവിടെ മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേരെവിടെ മക്കളെ. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടില്ലേ? കാടെവിടെ മക്കളെ, കൂടെവിടെ മക്കളെ എന്ന് കേട്ടിട്ടുണ്ടാ? കൂടെ എവിടെയെന്ന് ഞാൻ കേട്ടിട്ടുണ്ടാ? അതും കേട്ടിട്ടില്ല. അപ്പൊ നോക്കാം, കേൾക്കാം. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽത്തകിടിയുടെ വേരെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ. അങ്ങനെ നമ്മുടെ അയ്യപ്പ പണിക്കർ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് കാടെവിടെ മക്കളെ എന്നത്. കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമിർക്കുന്ന കുട്ടനാടൻ പുഞ്ച എവിടെന്റെ മക്കളെ, പച്ചപ്പനന്തത്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകൾ എവിടെന്റെ മക്കളെ. അങ്ങനെ അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് എന്ത്? പരിസ്ഥിതി കവിതയാണ്. ഒന്ന് വായിച്ചേ ഒന്ന്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവ് എവിടെ മക്കളെ, കുട്ടിക്കരിങ്കുയിൽ കൂവിത്തിമിർക്കുന്ന കുട്ടനാടൻ പുഞ്ചൈ എവിടെന്റെ മക്കളെ, പച്ചപ്പനന്തത്ത പാറിക്കളിക്കുന്ന പ്ലാവുകൾ മാവുകൾ എവിടെന്റെ മക്കളെ. പ്രകൃതി മരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, മനുഷ്യൻ പ്രകൃതിയെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെ പ്രകൃതി അനുഭവിക്കുന്ന ദുരിതങ്ങളെ പുറത്തേക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിസ്ഥിതി കവിതയാണ് ഇത് അയ്യപ്പ പണിക്കരുടെ കാടെവിടെ മക്കളെ എന്നത് കേട്ടോ. 2 മത്സ്യങ്ങൾ എന്ന കഥയുടെ ആശയം കൂടി ഉൾപ്പെടുത്തി എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് എന്ന വിഷയത്തിൽ ലഘു പ്രഭാഷണം തയ്യാറാക്കുക. ഓക്കെ, അപ്പോ പ്രഭാഷണം എഴുതാറുണ്ടോ? പ്രഭാഷണം പറയാ ചെയ്യാറില്ലേ? നമ്മള് പ്രസംഗം, പ്രഭാഷണം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? യെസ്. ഒരു വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതാണ് പ്രഭാഷണം. അപ്പോ ഒരു സദസ്സിൽ നിന്നിട്ട് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞ് തുടങ്ങാം. പിന്നീട് ഒരു ആമുഖം കൊടുക്കുക, വിഷയത്തിനെ കുറിച്ച് ഒരു ആമുഖം കൊടുക്കുക,
ചെറിയ ചെറിയ പാരഗ്രാഫുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുക, ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷൻ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. യെസ്. അപ്പോൾ ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷൻ കൊടുത്ത് അവസാനിപ്പിച്ചാൽ മതി. തുടക്കത്തിൽ എന്ത് കൊടുക്കണം? സദസ്സിന് വന്ദനം എന്നുള്ളൊരു ഭാഗം കൊടുക്കണം. ഓക്കെ. അപ്പൊ നോക്കി സാർ ഈ ഒരു കവിത വായിച്ചു അല്ലെ, കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ എന്ന് പറഞ്ഞിട്ടുള്ള ആ കവിത ഒന്ന് വായിച്ചു. ആ കവിതയിൽ എന്താ പറയുന്നത്? ഇങ്ങനെ ചോദിക്കുകയാണ്, കാട് എവിടെയാണ് മക്കളെ, മേട് എവിടെയാണ്, അതുപോലെ തന്നെ കാട്ടുപുൽ തകിടിയുടെ വേരുകൾ എവിടെയാണ്, കാട്ടുപൂഞ്ചോലയുടെ കുളിർ എവിടെയാണ്. കാട്ടുപൂഞ്ചോല എന്ന് പറയുന്നത് എന്താണ്? അരുവികളില്ലേ, അതൊക്കെ എവിടെയാണ്? അതായത് പ്രകൃതിയിലുള്ള കാടും മേടും പുൽത്തകിടുകളും അരുവികളും അത് പാടങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങളും ഒക്കെ എവിടെ പോയി എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. രണ്ടു മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ എന്താ പറയുന്നേ? മനുഷ്യൻ ഇതുപോലെ തന്നെ പ്രകൃതിയിലേക്ക് കടന്നു കയറുന്നല്ലേ പറയുന്നേ, അല്ലേ? അല്ലേടാ? യെസ്, അത് തന്നെയാ പറയുന്നത് അല്ലേ. അപ്പൊ ഈ രണ്ട് പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് എന്നാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളല്ലേ? സാർ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, ഈ ഭൂമിയിൽ ഓരോ ജീവജാലങ്ങൾക്കും എന്തിനുള്ള ഇതുണ്ട്, അവകാശമുണ്ട്, ഒരുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. മനുഷ്യന് എത്രത്തോളം ഇവിടെ നിൽക്കാനുള്ള അവകാശമുണ്ടോ അത്രത്തോളം തന്നെ അവകാശം തന്നെ ആർക്കുണ്ട്? ഒരു പുൽച്ചാടിക്കുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഒരു ഉറുമ്പിനുണ്ട്, ഒരു ആനയ്ക്കുണ്ട്. അപ്പോ നമ്മുടെ ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരുപോലെയുള്ള സ്വാതന്ത്ര്യവും ഒരുപോലെയുള്ള അവകാശങ്ങളും ഉണ്ട്. അപ്പോ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുമാണ് എന്ന നിലയിലായിരിക്കണം ആ പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാർ ആദ്യം പറഞ്ഞത്, കൃത്യമായിട്ടുള്ള ഒരു സംബോധന കൊടുക്കണം. മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞു തുടങ്ങി. അതിനുശേഷം വിഷയത്തെ കുറിച്ചൊരു ആമുഖം കൊടുക്കണം. പിന്നീട് ചെറിയ ചെറിയ പാരഗ്രാഫുകൾ കൃത്യമായിട്ട് ആ വിഷയത്തെ അവതരിപ്പിക്കണം. ഏറ്റവും അവസാനമായിട്ട് എന്ത് ചെയ്യണം? ഏറ്റവും അവസാനമായിട്ട് ഒരു കൺക്ലൂഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പ്രഭാഷണം തയ്യാറായി കേട്ടോ. യെസ്. അപ്പൊ പ്രഭാഷണം എഴുതിക്കൂടെ? ഇത് കോമൺ ആയിട്ട് വരുന്ന ചോദ്യമാണ് കേട്ടോ. യെസ്. അപ്പോൾ പ്രഭാഷണം തയ്യാറായി. 20ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് ആ വാഴവെട്ട് എന്ന കഥയിലെ മാർക്കോസ് ചേട്ടൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യും. ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് വരാറുണ്ട്, ചോദിക്കാറുണ്ട്. മാർക്കോസ് ചേട്ടൻ അറിയോ? ഒരു കൃഷിക്കാരനായിരുന്നു അല്ലെ അദ്ദേഹം, അല്ലെ? നോക്കി, ഇതാണ് എൻ്റെ അന്നന്നേപ്പം. രോഗം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ? കൃഷി ചെയ്യാൻ ഭൂമിയുമില്ല, ചെയ്യുന്ന വകയൊട്ടു ചെയ്യിക്കേയില്ല. അപ്പോ ഈ മാർക്കോസേട്ടന്റെ ചില വാക്കുകളാണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെയാണ് കാണുന്നത്. അപ്പോ ഇത് എന്തിനൊക്കെയാ സൂചിപ്പിക്കുന്നേ? അദ്ദേഹത്തിന്റെ സവിശേഷതകളായിട്ട് എന്തൊക്കെ നമുക്ക് പറയാം? മണ്ണിനെ പ്രണയിച്ചിരുന്ന വ്യക്തിയായിരുന്നു അല്ലേ? തൻ്റെ ജീവന്റെ ഒപ്പം തന്നെ കൃഷിയെയും ഭൂമിയെയും മണ്ണിനെയും തത്തുല്യമായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? മാർക്കോസ് ചേട്ടൻ. തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃഷിയിലൂടെയാണ്, അതിനെ അതുപോലെ തന്നെ നോക്കി കൊണ്ടുപോകണം എന്നുള്ള ചിന്തയും ആർക്കുണ്ടായിരുന്നു? മാർക്കോസ് ചേട്ടനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറയുന്നത്? അന്നേക്കുള്ള ഒരു അന്നേക്കുള്ള ഭക്ഷണത്തിനുള്ള മാർഗമായിട്ടാണ് അദ്ദേഹം കൃഷിയെ കണ്ടിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വാഴ കൃഷി നടത്തി സ്വന്തം മക്കളെ പോലെ വളർത്തിക്കൊണ്ടുവന്ന വാഴകളെ വെട്ടിമാറ്റാൻ, രോഗം എന്ന് പറഞ്ഞിട്ട് വെട്ടിമാറ്റാനായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കേൾക്കാറുണ്ടാവും, പക്ഷിപ്പനികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷിപ്പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള എല്ലാ പക്ഷികളെയും എന്ത് ചെയ്യും? കൊന്നൊടുക്കും. കണ്ടിട്ടുണ്ടോ? ഫാമുകളിലൊക്കെ കയറിയിട്ട് പക്ഷികളെ വളർത്തുന്ന ഫാമുകൾ അവിടേക്കും കയറിയിട്ട് പക്ഷിപ്പനികൾ വന്നുള്ള എല്ലാ പക്ഷികളെയും എന്ത് ചെയ്യും? കൊന്നൊടുക്കും. പിന്നെ അതുപോലെ തന്നെ പന്നികൾക്ക് ആഞ്ചലിൽ പന്നികളെ മുഴുവൻ, പന്നി ഫാമൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുഴുവൻ കൊന്നൊടുക്കും. മനുഷ്യരൊക്കെ വരണമെങ്കിലാ കൊന്നൊടുക്കോ? ഇല്ല. കൊന്നൊടുക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ കൊന്നൊടുക്കുമെങ്കിൽ കോവിഡ് വന്നപ്പോ കൊന്നേനെ അല്ലെ എല്ലാവരെയും, അല്ലേ? ഓക്കെ. അപ്പൊ അതാണ് വ്യത്യാസമുണ്ട്. അതാ അവരുടെ ജീവൻ എല്ലാതും ഒരുപോലെയാണെന്നുള്ളൊരു ചിന്ത കൂടിയുണ്ട്. അപ്പോ അതാണ് പറയുന്നത്, രോഗം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ എന്നാണ് ആര് ചോദിക്കുന്നത്? നമ്മുടെ മാർക്കോസേട്ടൻ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത്രത്തോളം സ്നേഹം നൽകി, അത്രത്തോളം വാത്സല്യം നൽകി വളർത്തിക്കൊണ്ടുവന്ന ആ വാഴകളെ വെട്ടാനായിട്ട് മറ്റുള്ളവർ വരുമ്പോ അതിനെ വെട്ടി മാറ്റരുത് എന്നൊരു ചിന്തയാണ് ആര് മുന്നോട്ട് വെക്കുന്നത്?
നമ്മുടെ മാർക്കോസ് ചേട്ടൻ വെക്കുന്നത് അല്ലേ? യെസ്, അത് തന്നെയാണ് വെക്കുന്നത്. ഓക്കെ, കൃഷി ചെയ്യാൻ ഭൂമിയും ഇല്ല, ചെയ്യുന്ന വകയൊട്ട് ചെയ്യക്കുമില്ല. അതാണ് പറയാം. അതായത് തിന്നൂല തീറ്റിക്കൂല എന്ന് പറയില്ലേ? അതായത് തിന്നൂല തീറ്റിക്കൂല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാ? അതുപോലെയാണ്. ചെയ്യാനങ്ങോട്ട് അറിയൂല, അല്ലെങ്കിൽ ചെയ്യാനങ്ങോട്ട് പോവില്ല, ചെയ്യുന്നവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കില്ല? പണിയെടുപ്പിക്കൂല. അങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെ തൻ്റെ ആത്മാർത്ഥതയായിട്ട് താൻ പ്രകൃതിയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന, താൻ പ്രകൃതിയെ സ്നേഹിച്ച് അങ്ങനെ നല്ല രീതിയിൽ പ്രകൃതിയിലെ ഓരോന്നിനെയും കൂട്ടുപിടിച്ച് വരുമ്പോൾ അതിനെയെല്ലാം മറികടന്ന് അതിൽ നശിപ്പിക്കാനായിട്ട് വരുന്ന ആളുകളോടുള്ള രോഷമൊക്കെയും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകൃതിയും കൃഷിയും എത്രത്തോളം മൂല്യവത്തായ ഒന്നായിരുന്നു എന്നൊക്കെയും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട് അല്ലേ? ആ രീതിയിലേക്ക് അദ്ദേഹത്തിന് അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കേട്ടോ. യെസ്, അപ്പോൾ ആ കഥാപാത്ര നിരൂപണം നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുമെന്ന് കരുതുന്നു. യെസ്, അടുത്ത് നോക്കാം. 21ാമത്തെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. പ്രിയ എസിന്റെ ബാല്യകാലത്തെ മഴയനുഭവങ്ങളാണ്. നനയാത്ത മഴ. ഇത്തരത്തിൽ വ്യത്യസ്തമായ ധാരാളം അനുഭവം നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അത്തരം ഒരു അനുഭവത്തിന്റെ വിവരണം തയ്യാറാക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നിട്ടുള്ളത്. നോക്കിയേ, പ്രിയ എസ് മഴയനുഭവം എഴുതിയില്ലേ? ഇല്ലേ? അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ അന്തിക്കാട് സ്കൂളിലത്തെ കുറെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അന്തിക്കാട് സ്കൂളിൽ ഞാൻ പഠിപ്പിക്കാൻ പോയപ്പോ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ഈ പാഠഭാഗം എടുത്തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു മഴയനുഭവം എനിക്ക് എഴുതി തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സ്വപ്നം കാണാനൊക്കെ പഠിപ്പിച്ചിരുന്നു ഞാൻ. അതുപോലെ തന്നെ മഴയനുഭവങ്ങളൊക്കെ എഴുതാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഓരോ ക്ലാസ് മുറികളിൽ സാറുമാരും ടീച്ചർമാരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തകർത്ത് എഴുതാൻ പറ്റിയ ഒരു ചോദ്യമാണ് 21ാമത്തെ ചോദ്യം. നിങ്ങളുടെ അനുഭവം എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾക്കുണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു അനുഭവം എഴുതാനായിട്ട് ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് വന്നിട്ട് പറഞ്ഞേ. നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര നാള് നിങ്ങൾ ഓർത്ത് വെക്കുന്ന, നിങ്ങൾക്ക് ഇത്ര നാളുള്ള, നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് വിവരിച്ച് പറഞ്ഞേ, ഒന്ന് കേൾക്കട്ടെ. അതോട് കൂടി നമ്മുടെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓടിവാ. ആരാണ് അനുഭവം പറയാൻ വരുന്നത്? അനുഭവങ്ങളായ കാര്യം പറയാനില്ല എന്നൊക്കെ ഉണ്ടാ. മഴ കൊള്ളാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? മഴ കൊള്ളാൻ ഇഷ്ടമുണ്ട്. പക്ഷെ വീട്ടുകാര് മഴയത്തും കിട്ടും നമ്മളിങ്ങനെ ഇറങ്ങി ചാടുമ്പോഴേക്കും വടി എടുത്തിട്ട് ഓടിത്താറുണ്ടാ? ഇടയ്ക്ക് അല്ലേ? ഇടയ്ക്കൊക്കെ ഓടിത്താറുണ്ടാവും അല്ലേ? യെസ്. എന്നാലും നമ്മൾ കാണാണ്ട് എന്ത് ചെയ്യും? മഴ നനയാനായിട്ട് പോവാറുണ്ട് അല്ലേ? മരം പെയ്യണത് കാണാറുണ്ടോ? മരം പെയ്യണത്, മഴ മാത്രല്ല മരം പെയ്യാറുണ്ട്, കാണാറുണ്ടാ? മഴയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരം പെയ്യും. ഇങ്ങനെ ഓടി ചെന്നൊരു സാറൊക്കെ ചെറുപ്പത്തിലേ, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ചെറുതല്ലോ, പോയിട്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് ഓടി പോയിട്ട് എന്ത് ചെയ്യും? കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വല്ല ചില്ലൊക്കെ ഇങ്ങനെ വലിച്ചിങ്ങനെ പോരും. അപ്പോൾ അതിന്റെ അടിയിൽ ഇങ്ങനെ പെയ്യണ കാണും. അടിപൊളിയാണ് അല്ലേ? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ആ ഒരു അനുഭവത്തിന് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വിവരിക്കാം. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് നിങ്ങൾക്കൊന്ന് പങ്കുവെക്കാനുണ്ടെന്ന് വെച്ചാൽ ഒന്ന് പങ്കുവെച്ചേ. മെഹക് സഹീൻ. യെസ്, ഗുഡ് ഈവനിങ് മോളെ. എന്താ അനുഭവമാണ്? നമുക്ക് ഇതിൽ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുതാം? യെസ്, മഴ തന്നെയാണ്. കസിൻസിന്റെ കൂടെ മഴയത്ത് കളിച്ചൊരു അനുഭവം തന്നെയാണ് പങ്കുവെക്കാനുള്ളത് അല്ലേ? യെസ്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ മഴയാകണമെന്നില്ല, ചിലപ്പോൾ ഇതുപോലെ ആകണമെന്നില്ല, വേറെ എന്തെങ്കിലുമൊക്കെ എന്തുണ്ടായിരിക്കും? അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉൾച്ചേർത്തുകൊണ്ട് ഒരു 6 മാർക്കിന്റെ ചോദ്യം എഴുതാനേ പറഞ്ഞല്ലോ. അപ്പൊ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. എന്താ ശ്രദ്ധിക്കണ്ടേ? പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടാ. യെസ്. അപ്പോൾ നമ്മുടെ മഴയനുഭവങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു തരാനായിട്ട് വിളിച്ചപ്പോഴേക്കും ഓടി വന്ന നമ്മുടെ കൂട്ടുകാരിക്കുമുള്ള മുട്ടായിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, യെസ്, മുട്ടായി പിടിച്ചോ. യെസ്, ഓക്കെ. അപ്പൊ ദേ മക്കളെ 21ാമത്തെ ചോദ്യം കൂടി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെറ്റ് ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. എങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരും? സാറേ സ്ലൈഡ് ഒന്ന് മാറ്റിക്കും, ഇത് മുഴുവൻ മാറ്റിക്കും. യെസ്, ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചോദ്യ പേപ്പറിനെ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. നാളെയുണ്ട് നമ്മുടെ മലയാളം ക്ലാസ്. നാളത്തെ ക്ലാസ്സിൽ സാറ് കൊണ്ടുവരുന്നത് എന്താണ്? ഇതുപോലെ തന്നെ ചോദ്യപേപ്പറോടൊപ്പം തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ 9 പാഠഭാഗങ്ങളിലേക്കാണ്.
ഈ 9 പാഠഭാഗങ്ങളുടെയും അർത്ഥങ്ങൾ ഇന്ന് പറയാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റന്നാളിലെ പരീക്ഷ വരുന്നത്. അപ്പൊ നാളെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് എന്താണ് അത് ഇവിടെ ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ചോദ്യ പേപ്പർ ചർച്ച ചെയ്തത്. നാളെ നമ്മൾ ഈ 9 പാഠഭാഗങ്ങളുടെയും കേന്ദ്രമായിട്ടുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസ് ആയിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എൻ്റെ എല്ലാ കുഞ്ഞു മക്കളും നാളെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ അതുപോലെ തന്നെ നാളേക്ക് രാവിലേക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ പാഠഭാഗങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യണം, വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, വായിച്ചിരിക്കണം കേട്ടോ. യെസ്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും ഇന്നത്തെ ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചർച്ച ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് പരീക്ഷ, മലയാളം പരീക്ഷ ഒട്ടും സമയനഷ്ടമില്ലാതെ എഴുതേണ്ടത് എന്ന് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൃത്യമായി എൻ്റെ മക്കൾ എല്ലാവരും അതൊക്കെ ഓർത്തു വെക്കുക. നല്ല കുഞ്ഞുങ്ങളായിട്ട്, നല്ല മക്കളായിട്ട്, നിങ്ങൾ നല്ല മക്കൾ തന്നെയാണ്, നല്ല കുഞ്ഞുങ്ങൾ തന്നെയാണ്. പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തു പറയണത് സാർ വെറുതെ പറയുന്നതാണ്. ഓക്കെ, എടുത്തു പറയുന്നത് എനിക്കറിയാം, നിങ്ങൾ എല്ലാവരും നല്ല മക്കളാണ്, അടിപൊളിയാണ്, ഉഷാറാണെന്നൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും നന്നായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടാ. തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എന്ത് വേണം, ഒരു പുഞ്ചിരി മുഖത്ത് ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പുഞ്ചിരി എല്ലാവരിലേക്കും പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടാ. ആ ഒരു സന്തോഷം എല്ലാവരിലേക്കും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മക്കളെ, ഇന്നത്തെ മലയാളം ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പറയാണ്, നിങ്ങൾ എല്ലാവരും എന്നും എന്താണ് എൻ്റെയും വിന്നേഴ്സിൻ്റെയും ഈ കരങ്ങൾക്കുള്ളിൽ എന്നും സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മക്കളാണ്. അപ്പോൾ മക്കളെ, വളരെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവർക്കുള്ള മുട്ടായികൾ തരാണ് കേട്ടോ. വേഗം പിടിച്ചേ. അപ്പൊ എല്ലാവർക്കുള്ള മുട്ടായികൾ, എല്ലാവർക്കുള്ള മധുരം, എല്ലാവർക്കുള്ള സന്തോഷം സാറ് തരാണേ. യെസ് യെസ്, ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ നമ്മൾ വീണ്ടും കാണും. അപ്പൊ നാളെ കാണും വരേക്കും യെസ്, ബൈ ബൈ. ഓക്കെ.